പ്രവീൺ ചിറയത്തിനെ കുറിച്ച് ഒന്ന് ബ്രീഫായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അയ്യോ, പ്രവീൺ ചിറയത്തിനെ പറ്റി പറയാൻ വളരെ സിമ്പിളാണ്. പ്രവീൺ ചിറയത്ത് എന്ന് പറഞ്ഞ ഒരു സാധാരണക്കാരൻ, വീട് തൃശ്ശൂരാണ്. അച്ഛൻ ഒരു 32 വർഷത്തോളം പ്രവാസിയായിട്ട് ജീവിച്ച ഒരാൾ. അമ്മ ഒരു സ്കൂൾ ടീച്ചർ, മലയാളം അധ്യാപികയാണ്, UP സ്കൂളിലെ അധ്യാപിക. എൻ്റെ കുടുംബത്തിലോട്ട് വരികയാണെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ 2 മക്കളും. പണി ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അത് ആകെ ഒരു അഴകുഴയായിട്ട് കിടക്കുവാണ്. കാരണം വെച്ചാൽ പല ടൈപ്പ് ഓഫ് ട്രെയിനേഴ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതലും ഞാൻ ഈ ബിസിനസ്സുകാരെ ഒന്നും അങ്ങനെ പഠിപ്പിക്കാറില്ല. കാരണം ബിസിനസ് ഞാൻ അത്ര വലിയൊരു ബിസിനസ്സുകാരനല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ബിസിനസ്സുകാരെ പഠിപ്പിക്കാറില്ല. പക്ഷേ എനിക്ക് ബിസിനസ്സുകാരുടെ എംപ്ലോയീസിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു എംപ്ലോയി എങ്ങനെ പെരുമാറണം, ഒരു എംപ്ലോയിയിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്, അത് ആ ബിസിനസ്സുകാരുമായി സംസാരിച്ച് അതിനൊരു ഡീൽ ഉറപ്പിച്ച് അല്ലേ, അവരുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അതിനൊരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കി അവരുടെ എംപ്ലോയീസിനെ എംപവർ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഗുഡ് പ്രസൻറ്റേറ്റർ, വലിയ ആർഭാടമൊന്നും ഇല്ലാതെ പറയുകയാണെങ്കിൽ എംപ്ലോയി എംപവർമെൻറ്റ് പ്രോഗ്രാം, ഇതാണ് നമ്മുടെ ഒരു വേർട്ടിക്കൽ. രണ്ടാമത്തെ വേർട്ടിക്കൽ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം യങ്സ്റ്റേഴ്സ്, നമ്മുടെ സ്റ്റുഡൻസ് അല്ലേ. അപ്പോൾ അവരാണ് സ്വപ്നം കാണുന്ന ആളുകൾ. അപ്പോൾ അവർക്ക് ഭാവിയിൽ എന്തൊക്കെ ആവാൻ പറ്റണം, നമ്മുടെ കാലത്തൊക്കെയുള്ള സമയത്ത് നമുക്ക് മിസ്സായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും അല്ലേ. നമ്മളെ എങ്ങനെ ഒരു കരിയർ ചൂസ് ചെയ്യണം, ആ കരിയറിനെ എങ്ങനെ നമ്മൾ കീഴടക്കണം അല്ലേ, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക, കുട്ടികളുടെ കൂടെ കൂടുക, അവരുടെ കൂടെ ആരെങ്കിലും കൊണ്ട് എന്നുള്ളൊരു വിശ്വാസം അവരിലേക്ക് കൊടുക്കുക, അവരെ സപ്പോർട്ട് ചെയ്യാൻ അല്ലേ. അവരെ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അവരെ ഉപദേശിക്കാനാണ് നമ്മുടെ ആളുകൾ തയ്യാറാവണേ. അപ്പോൾ എനിക്ക് ഉപദേശിക്കുന്നതിനേക്കാൾ ഇഷ്ടം അവരെ സപ്പോർട്ട് ചെയ്യാനാണ്. പ്രവീൺ ഒരു മെന്ററാണ്, അങ്ങനെയൊക്കെ വിളിക്കണമെങ്കിൽ വിളിക്കാം, അത്രേ ഉള്ളൂ. പക്ഷേ നല്ലൊരു സുഹൃത്താണ് എല്ലാവരുടെയും. ലാംഗ്വേജ് ട്രെയിനിങ്ങിലേക്ക് എങ്ങനെ വന്നു? അതാണ് നമ്മുടെ മൂന്നാമത്തെ വേർട്ടിക്കൽ. നമ്മൾ ലാംഗ്വേജ് ട്രെയിനിങ് പ്രോഗ്രാംസുകൾ ചെയ്യാറുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് അധ്യാപകനായിട്ടാണ് ഞാൻ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ നമുക്കൊരു IELTS കോച്ചിങ് സെൻറ്റർ ഉണ്ട്. ഇപ്പോൾ എല്ലാവരും പുറത്തോട്ട് പോകുന്ന ഒരു ട്രെൻഡാണല്ലോ. അപ്പോൾ അതിന് IELTSന് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നു. ഞാൻ സാധാരണയായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നു എന്നൊന്നും എവിടെയും പറയാറില്ല. എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നു, സഹായിക്കുന്നു. കാരണം നമ്മളെക്കാളും മിടുക്കന്മാരും മിടുക്കികളായിട്ടുള്ള പിള്ളേരാണ് പഠിക്കാൻ വരുന്നത്. അവരവരുടെ സബ്ജക്റ്റിൽ പുലികളാണ്. അവർക്ക് ചിലപ്പോൾ ലാംഗ്വേജിലേക്ക് ഒന്ന് തട്ടിക്കൊടുക്കണം, അല്ലെങ്കിൽ ആ ഒരു എക്സാം ഫോർമാറ്റ് എന്താണെന്നൊന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന അവരുടെ ഒരു ചേട്ടൻ. അങ്ങനെ IELTS എന്ന് പറയുന്നത് ഫോറിൻ കൺട്രീസിൽ പഠിക്കാൻ വേണ്ടി പോകാൻ റൂൾ ഇതാണ്: നോൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഏരിയയിൽ നിന്ന്, വെച്ചാൽ ഇംഗ്ലീഷ് മദർ ടങ് അല്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് ഇംഗ്ലീഷ് മദർ ടങ് ആയിട്ടുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾ, അത് പഠിക്കാനായിട്ടോ ജോലിക്കോ ആയിട്ട് പോകുന്ന ആളുകൾക്ക് അവരുടെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സാമുകൾ, പല ടൈപ്പ് എക്സാമുകളുണ്ട്. അതിലെ ഒരു എക്സാമാണ് IELTS അല്ലെങ്കിൽ IELTS. IELTS എന്നും പറയാം, IELTS എന്നും പറയാം. ഇത് ഓസ്ട്രേലിയൻ കൗൺസിലാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് 9 പരീക്ഷ, 4 സബ്ജക്റ്റുകൾ, മാക്സിമം മാർക്ക് 9 കട്ട് ഓഫ് വരിക. 4 ഡിഫറെൻറ്റ് സബ്ജക്റ്റുകൾ, അതിൽ റീഡിംഗ് ഉണ്ടാവും, റൈറ്റിംഗ് ഉണ്ടാവും, ലിസണിങ് ഉണ്ടാവും, സ്പീക്കിംഗ് ഉണ്ടാവും. എന്നുവെച്ചാൽ ഒരു ഭാഷയുടെ 4 കഴിവുകളും അല്ലേ, ലിസണിങ്, റീഡിങ്, സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ്. അപ്പം ഇതിനും ഈ 4 എണ്ണത്തിനും 9 തന്നെ മാർക്ക് ചെയ്യും. ഒരു ഓവറോൾ സ്കോറും കിട്ടും. അപ്പോൾ യൂണിവേഴ്സിറ്റി ആയിരിക്കും തീരുമാനിക്കുക കൊച്ചുങ്ങളുടെ അടുത്ത്, ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെങ്കിൽ IELTSന് ഇത്ര സ്കോർ വേണം. അപ്പോൾ അവരുടെ ആ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിയുടെ ഒരു സ്ലാബ് അവർ വെച്ചിട്ടുണ്ടാവും. അത് ഓരോ കൺട്രിക്കും ഡിഫറെൻ്റ് ആണോ? ഓരോ യൂണിവേഴ്സിറ്റിക്കും ഡിഫറെൻ്റ് ആണ്. ഓരോ യൂണിവേഴ്സിറ്റിക്കും ഡിഫറെൻ്റ് ആണ്, ഓരോ കൺട്രിക്കും ഡിഫറെൻ്റ് ആണ്. എങ്കിലും ചില കൂടുതലും ഒക്കെ ഏതാണ്ടൊക്കെ ഒരു സെയിം ആയിട്ട് വരുന്ന ഒരു രീതിയും കാണാറുണ്ട്. പക്ഷേ തീരുമാനിക്കുന്നത് യൂണിവേഴ്സിറ്റിയോ. ഇനി ഇതിനകത്ത് തന്നെ 2 വേർഷൻ ഉണ്ട്, അക്കാഡമിക്സും ഉണ്ട്, ജനറലും ഉണ്ട്. ജനറലി ഈ ജോബ് പർപ്പസിന് പോവുക, മൈഗ്രേഷൻ പർപ്പസിന് പോവുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എംപ്ലോയറാണ് തീരുമാനിക്കുക. അപ്പം ആ വിസ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണോ അവർ പറയും, ആ കൺട്രി പറയും, അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റി പറയും IELTSന് 6 വേണം, അല്ലെങ്കിൽ IELTSന് 5.5 വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെടുക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ IELTSന് പാസ് മാർക്കില്ല. അപ്പോൾ ഇതിനൊരു സിലബസ് ഉണ്ടോ, എങ്ങനെയാണ് അത്? സിലബസ് അല്ല, ഇതിനകത്ത് ഇതിൻ്റെ ഈ എക്സാം മോഡ് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ആ കാരണം വെച്ചാൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആകെ 2 ചോദ്യമേ ഉള്ളൂ. ഒരു 150 വേർഡിൻ്റെ എസ്സേ, ഒരു 250 വേർഡിൻ്റെ എസ്സേ. അത് 150 വേർഡിൻ്റെ എസ്സേ ഒരു ഗ്രാഫോ അല്ലെങ്കിൽ ഒരു ഡയഗ്രോ ഒക്കെ ആയിരിക്കും, അതാണ് അക്കാഡമിക്സിൽ വരിക. മറ്റേതിന് ഒരു 250 വേർഡ്സിൻ്റെ ഒരു ജനറൽ എസ്സേ. അപ്പോൾ ഈ ജനറൽ എസ്സേ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ എഴുതി തീർക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ടാർഗറ്റ്. ഒരു 250 വേർഡിൻ്റെ ഒരു എസ്സേയും ഒരു 150 വേർഡിൻ്റെ എസ്സേയും അല്ലേ, ഒരു 1 അവറിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ്. ടൈം മാനേജ്മെൻ്റ് ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പക്ഷേ മറ്റൊരു പ്രശ്നം കൂടി ഇതിനകത്തുണ്ട്. റൈറ്റിങ്ങും റീഡിങ്ങും ലിസണിങ്ങും
ഒരുമിച്ചാണ് നടക്കുക. ഒരുമിച്ച് നടക്കുക മീൻസ് ഒരെണ്ണം കഴിഞ്ഞാൽ അപ്പം തന്നെ അടുത്തത്, ബ്രേക്ക് ഉണ്ടാവില്ല, അത് കഴിയുമ്പോഴേക്കും അടുത്തത്. അപ്പോൾ 1 മണിക്കൂറിൻ്റെ ഒരു റീഡിങ് ടാസ്ക് കഴിഞ്ഞിട്ടാണ് ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 50 മിനിറ്റുള്ള ഒരു ലിസണിങ് ടാസ്ക് കിട്ടുക. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 1 ഹവറിൻ്റെ ഒരു റൈറ്റിംഗ് ടാസ്ക് കിട്ടുക. അപ്പോഴാണ് ഈ സാധനം ടഫ് ആവുന്നത്. ഓക്കെ. അല്ലേ? സ്പീക്കിംഗ് മറ്റൊരു ദിവസമായിരിക്കും. സ്പീക്കിംഗ് തന്നെ ഒരു 1-to-1 ഡിസ്കഷൻ ആയിരിക്കും. അപ്പോൾ സാധാരണ സ്റ്റുഡൻസ് വരുന്നത് ഈ കോളേജ് സ്റ്റുഡൻസ് ആണോ അതോ? ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് സ്റ്റുഡൻസ് തന്നെയാണ്. ഇപ്പോൾ +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ ഗ്രാജുവേഷന് വേണ്ടി പുറത്ത് പോകുന്നുണ്ട്. ഗ്രാജുവേഷൻ കഴിഞ്ഞവർ PGക്ക് പോകുന്നവരുണ്ട്. പിന്നെ നഴ്സിംഗ് കമ്മ്യൂണിറ്റി ഒരുപാട് വരുന്നുണ്ട്. നഴ്സിംഗിന് അവർക്ക് IELTS മാൻഡറ്ററി ആണ്. അവർ ഈ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെൻറ്റിലായിട്ടുള്ള ആളുകളായതുകൊണ്ട് ലാംഗ്വേജ് പ്രൊഫഷൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇപ്പോൾ കാണുന്ന കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഏജൻസികളും ആദ്യം തന്നെ മാർക്കറ്റ് ചെയ്യുക IELTS വേണ്ടാതെ എങ്ങനെ UK പോവാം, അല്ലെങ്കിൽ IELTS ഇല്ലാതെ എങ്ങനെ വിദേശത്തോട്ട് പോവാം എന്നുള്ളതാണ്. കാരണം IELTSനെ ഒരു ഭീകരജീവിയായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. അത്ര ടഫ് അല്ല. ടഫ് ഇൻ ദ സെൻസ് ഇപ്പോൾ ലാംഗ്വേജ് അറിയാത്ത ഒരാൾക്ക് അത് ടഫ് തന്നെയാണ്, അതിനകത്തൊരു സംശയമില്ല. ഇനി ലാംഗ്വേജ് അറിയുന്ന ഒരാൾക്ക് ടൈം മാനേജ്മെന്റ് ഇല്ലെങ്കിൽ അത് വീണ്ടും ടഫ് തന്നെയാണ്. അല്ലാതെ ടഫ് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ലല്ലോ. അങ്ങനെ പ്രാക്ടീസ് സെഷൻസും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ പ്രാക്ടീസ് സെഷൻ ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ടുള്ള രീതിയിലല്ല പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ റോങ് പ്രാക്ടീസ് അല്ലേ നമ്മൾ എടുക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മളൊന്ന് ട്രെയിൻ ചെയ്തെടുക്കുന്നു. പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഒരു സ്പീക്കിംഗ് ടെസ്റ്റ് നടത്തണം, അത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഒരു രണ്ടാമത്തെ ഒരു പേഴ്സൺ വേണ്ടേ. ഒരാൾ ഒരു എക്സാമിനറുടെ റോളിലും ഒരാൾ കാൻഡിഡേറ്റും അല്ലേ. അപ്പോൾ അതിന് നമുക്ക് ചിലപ്പോൾ വീട്ടിൽ അതിനുള്ള സൗകര്യം ഉണ്ടാവില്ല, ചിലപ്പോൾ നമ്മുടെ അല്ലേ പരിചയത്തിൽ അതിനെ പറ്റിയ ആളുകൾ ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പ്രവീണിന്റെ വീഡിയോസ് ഒക്കെ വളരെ വൈറലായിട്ടുള്ള വീഡിയോസ്, അതെങ്ങനെയാണ് അങ്ങനെ ആ ഒരു ഇതിലേക്ക് എത്തുന്നത്? ആക്സിഡന്റലി സംഭവിച്ചതാണ്. എൻ്റെ ഒരു അയ്യോ ഒരിക്കലും അല്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഒന്നും പ്ലാൻഡ് ആയിട്ട് നടന്നിട്ടില്ല, എല്ലാം ആക്സിഡന്റലി സംഭവിച്ചിട്ടുള്ളതാണ്. വീഡിയോസ് ഇടാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു കഷ്ടി ഒരു 1.5 വർഷമായിട്ടുള്ളൂ. അത് ട്രെയിനിങ് മേഖലയിൽ തന്നെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരൊക്കെ കുറേ കാലമായിട്ട് പറയുമായിരുന്നു ഇങ്ങനെ വീഡിയോസ് ചെയ്യണം, ഇനി അടുത്ത കാലം സോഷ്യൽ മീഡിയയുടെ കാലമാണെന്ന്. പക്ഷേ എനിക്ക് അതിനോടൊന്നും അത്ര യോജിപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് കൊറോണ സീസൺ കിട്ടിയില്ല. കൊറോണയ്ക്ക് ശേഷമാണ് ഞാൻ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയത്. ഇപ്പോൾ ഇവിടെയുള്ള പല ട്രെയിനേഴ്സിനും കൊറോണ സീസൺ കിട്ടി. അപ്പോൾ അവരൊക്കെ അടിച്ചു കയറിപ്പോയി. നമ്മൾ ഈ കഴിഞ്ഞ 1.5 വർഷം കൊണ്ടാണ് കയറിയത്. അതിനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓഫീസിലേക്ക് ഒരു ക്യാമറമാൻ വരികയുണ്ടായി. അദ്ദേഹം അതിൻ്റെ താഴെയുള്ള ഓഫീസിലേക്ക് ഒരു ഷൂട്ടിന് വന്നതാണ്. അപ്പോൾ എന്നെ പരിചയപ്പെടാമെന്നുള്ള രീതിയിൽ മുകളിലോട്ട് കയറി. റിൻസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം തൃശ്ശൂരുകാരൻ തന്നെയാണ്. അപ്പം അദ്ദേഹം ഇങ്ങനെ ആ വീഡിയോ എടുത്തു. അത് ഒരു 1 മണിക്കൂർ 14 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ക്ലാസ് എടുക്കുമായിരുന്നു, ഈ വോയിസ് ട്രെയിനിങ്ങിൻ്റെ ക്ലാസ് എടുക്കുമായിരുന്നു. എങ്ങനെ ഉച്ചരിക്കാം, എങ്ങനെ ലെറ്റേഴ്സ് സംസാരിക്കാം, അല്ലേ ലെറ്റേഴ്സിൻ്റെ സൗണ്ടുകൾ കാര്യങ്ങളൊക്കെ അതിനെ പറ്റിയിട്ടുള്ളൊരു ക്ലാസ് ആയിരുന്നു. അത് അദ്ദേഹം ഒരു 1 മണിക്കൂറിൻ്റെ ക്ലാസ് ഷൂട്ട് ചെയ്തു, ആൾ പോയി. അപ്പം എനിക്കും വലിയ പ്രതീക്ഷ ഒന്നുമില്ല ഈ 1 മണിക്കൂറിൻ്റെ വീഡിയോ ഒക്കെ ആര് കാണാനാണെന്നുള്ള രീതിയിലാണ്. പക്ഷേ അദ്ദേഹം അത് കട്ട് ചെയ്തിട്ടൊരു 1 മിനിറ്റിൻ്റെ അല്ലെങ്കിൽ 1 മിനിറ്റ് ഒന്ന് റീൽ സൈസിലേക്ക് ആക്കിയിട്ട് എനിക്ക് എന്നെ അയച്ചു തന്നു. അത് കണ്ടിട്ട് ഞാൻ തന്നെ കുറേ നേരം ഇരുന്ന് ചിരിച്ചു. അങ്ങനെ ഞാനത് എൻ്റെ അന്നത്തെ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തിരുന്ന, നമ്മൾ ഈ പരസ്യങ്ങളൊക്കെ ചെയ്തിരുന്ന ആൾക്ക് കൊടുത്തു. അപ്പോൾ അദ്ദേഹം അത് പോസ്റ്റ് ചെയ്തു. പിറ്റേന്ന് ഞാൻ വളരെ ആകാംക്ഷയോടുകൂടി എടുത്ത് നോക്കിയപ്പം 21 മെസ്സേജ് വന്നിട്ടുണ്ട്. അതിൽ 17 തെറി, ബാക്കിയൊക്കെ ഒരു തമ്പും ലവും. ഞാൻ അപ്പം തന്നെ അയാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഈ പരിപാടി നമുക്ക് വേണ്ട, നിർത്തിക്കോ, എന്തിനാ വെറുതെ നാട്ടുകാരെ. അതിൽ എന്നെ അപ്പനെ സ്മരിക്കുന്നു, അമ്മയെ സ്മരിക്കുന്നു, എൻ്റെ നാട്ടുകാരെ സ്മരിക്കുന്നു. ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുള്ള കമൻറ്റാണ്, ഏതാണ് ഈ ഊള, ഇവനൊന്നും വേറെ പണിയില്ലേ, എന്തോന്നടേ വളവളവളാന്ന്. അയ്യോ. അപ്പം ആദ്യമൊക്കെ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം നമ്മൾ ആരെയും ദ്രോഹിച്ചിട്ടുള്ള വീഡിയോസോ മതം അതിനകത്ത് പറയുന്നില്ല, പൊളിറ്റിക്സ് അതിനകത്ത് പറയുന്നില്ല, ആരെയും ഹാം ചെയ്യുന്ന ഒന്നും പറയുന്നില്ല. ഏറ്റവും കോമഡി ആയിട്ട് എനിക്ക് അതിൽ തോന്നിയത് H എന്നുള്ള വാക്കിൻ്റെ ഉച്ചാരണം പറഞ്ഞതിനകത്ത് H എന്നാണ് പറയുക, ഇറ്റ്സ് നോട്ട് H. അപ്പം നമ്മുടെ ഒരു നമ്മൾ H എന്നല്ലേ പറയുക, അച്ചപ്പത്തിൻ്റെ ചാതൊക്കെയാണ് നമ്മളെ പഠിപ്പിച്ചു തരിക. കാരണം ഒരു മദർ ടങ് ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അപ്പോൾ ഈ കുട്ടികളൊക്കെ വിദേശത്ത് പോകുന്ന കുട്ടികളല്ലേ, അപ്പോൾ ഇവർ ഈ യൂറോപ്പിലും അവിടെ ഇവിടെയൊക്കെ പോകുന്ന സമയത്ത് ഈ H എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ 20 വർഷം മുമ്പ് ഞാൻ യൂറോപ്പിൽ പോയി പഠിച്ച ആളാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഫീൽ അറിയാം. ഞാൻ സ്വിറ്റ്സർലൻഡിലാണ് എൻ്റെ PG ചെയ്ത്. അപ്പോൾ അവിടെ പോയി പഠിച്ചപ്പം ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നല്ലൊരു ജോലി കിട്ടണമെങ്കിൽ നല്ല ലാംഗ്വേജ് വേണം, ഒന്നെങ്കിൽ അവരുടെ ഭാഷ വേണം. ഞാൻ സ്വിറ്റ്സർലൻഡ് എന്ന് പറയുമ്പോൾ ജർമ്മനാണ്, അവിടെ റോമനിഷ് എന്ന് പറയുന്ന ഒരു ഭാഷയും ജർമ്മനൊക്കെയാണ് അവിടെ ഉള്ളത്. സ്വിറ്റ്സർലൻഡിൽ ജർമ്മൻ ഭാഷയാണ്. അപ്പം ഒന്നെങ്കിൽ ആ ഭാഷ അറിയണം, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇംഗ്ലീഷ് അറിയണം. മലയാളം എന്തായാലും വർക്കൗട്ട് ആവില്ലല്ലോ. ഇപ്പോൾ UAE പോലെ അല്ലല്ലോ, UAE പിന്നെയും മലയാളം കൊണ്ട് പിടിച്ച് നിൽക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വിഷമം അറിഞ്ഞതുകൊണ്ടാണ് ഇത് പഠിപ്പിക്കുന്നത് കുട്ടികളെ. അപ്പോൾ ഈ H എന്നല്ല പറയുക, H എന്നാണ് പറയാമെന്ന് പറഞ്ഞിട്ടിട്ട വീഡിയോൻ്റെ അടിയിൽ ഒരുത്തൻ കമൻറ്റ് ഇട്ടേക്കാണ്, ഇവനെ പോലെയുള്ളവനാണ് നമ്മുടെ സംസ്കാരം നശിപ്പിക്കുന്നത്. എന്താ അയാൾ ഉദ്ദേശിച്ചോണ്ടെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്നിട്ടൊരു 4 തെറിയും.
അപ്പോൾ വേറെ ഒരുത്ത അതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്തിരിക്കുന്നു നിൻ്റെ സംസ്കാരം നന്നായിട്ടുണ്ട് എന്ന്. പിന്നെ അവർ തമ്മിലായി പ്രശ്നം. ഓക്കെ. അപ്പം ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. പക്ഷേ ഞാനിത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ആളുകളോട് പറഞ്ഞു അത് ഡിലീറ്റ് ചെയ്തേക്ക്, വെറുതെ എന്തിനാ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത്, നമ്മളെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു അല്ല സാറേ ഞങ്ങൾ അങ്ങോട്ട് ഓഫീസിലോട്ട് വരാമെന്ന് പറഞ്ഞു. അവർ വന്നു. എന്നിട്ട് പറഞ്ഞു നിങ്ങളോട് ആരാ കമൻറ്റിലേക്ക് നോക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു പിന്നെ എവിടെയാണ് നോക്കേണ്ടത് ചോദിച്ചു. നോക്കിയപ്പം ഒരൊറ്റ നൈറ്റ് കൊണ്ട് പിറ്റന്ന നേരം വെളുത്തപ്പോഴേക്കും ഒരു 24 hours സമയത്തിൻ്റെ ഉള്ളിൽ 300 സംതിങ് വ്യൂസാണ് കിട്ടിയത്. 334 അത്ര കെ വ്യൂസാണ് വന്നത് ഒരൊറ്റ നൈറ്റ് കൊണ്ട്. അപ്പം എനിക്ക് തോന്നി 3.5 ലക്ഷം ആളുകൾ ആ വീഡിയോ കണ്ടു ഒരൊറ്റ നൈറ്റ് കൊണ്ട്. അപ്പോൾ എനിക്ക് തോന്നി സംഗതി കൊള്ളാലോ. ഞാൻ ആലോചിച്ച എന്താ അറിയോ, നമ്മളിപ്പോൾ ഒരു നോട്ടീസ് ഇറക്കണം എന്ന് കരുതുക, നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു നോട്ടീസ് ഇറക്കണം, എൻ്റെ ഒരു പരസ്യം ഇറക്കണമെന്ന് കരുതുക. 50 പൈസ പ്രിൻറ്റിങ് കോസ്റ്റ് ഏറ്റവും മിനിമം. അതൊരു പത്രത്തിൽ ഇടണമെന്നുണ്ടെങ്കിൽ, പത്രത്തിൻ്റെ ഇൻസേർട്ട് ചെയ്ത് വിടണമെന്നുണ്ടെങ്കിൽ അതിനും ഒരു 50 പൈസ ചാർജ് ചെയ്യുമായിരിക്കും. അപ്പോൾ 1 രൂപ ചിലവ് വരും നമുക്ക്. അപ്പോൾ ഈ 3.5 ലക്ഷം ആളുകളിലേക്ക് ഈ ഒരു മെസ്സേജ് എത്തിക്കണമെങ്കിൽ എനിക്ക് 3.5 ലക്ഷം രൂപയുടെ മാർക്കറ്റിംഗ് ആണ് ഈ വീഡിയോ എനിക്ക് ചെയ്തത്. ഒരൊറ്റ നൈറ്റ് കൊണ്ട് ഒരൊറ്റ വീഡിയോ കൊണ്ട് എനിക്ക് ചെയ്ത് കിട്ടിയത്. അപ്പോൾ ഞാനതിൻ്റെ ROI നോക്കിയപ്പോൾ വിട്ട പെർസെൻറ്റേജാണ് വരിക അല്ലേ. നമ്മൾ ഇറക്കുന്ന പൈസയുടെ എത്രയോ മൂല്യമാണ് നമുക്ക് ആ പരസ്യത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ആ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് വെച്ചാൽ 1 മണിക്കൂർ 14 മിനിറ്റ് വീഡിയോയിൽ നിന്ന് എനിക്ക് 37 റീൽസ് കിട്ടി. 37 കഷ്ണങ്ങളാക്കിയിട്ട് അയാൾ തന്നു. എൻ്റെ റിൻസേട്ടൻ അത് കട്ട് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഞാൻ അദ്ദേഹമായിട്ടൊരു ഡീൽ വെച്ചു. മീൻസ് അങ്ങനെ വീഡിയോ എടുക്കുന്നതിനും ഈ എഡിറ്റ് ചെയ്യുന്നതിനും ഒരു എമൗണ്ട് എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്തപ്പോൾ സംഗതി സെറ്റ്. ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ അടുത്ത പ്രശ്നം തുടങ്ങി. എന്താടാ ഈ ഷർട്ട് മാത്രമേ നിനക്കുള്ളൂ, വേറെ ഷർട്ടില്ലേ? കാരണം ഇത് ഒറ്റ വീഡിയോ ഒന്നും എടുത്തതല്ലേ, ഈ 37 വീഡിയോ ഒറ്റ ഇന്ന് എടുത്തതല്ലേ. അപ്പോൾ അതൊരു വെള്ള ഷർട്ടായിരുന്നു. പിന്നെ ഷർട്ടായി പ്രശ്നം. ഷർട്ട് മാറുന്നില്ലേ, നിനക്ക് വേറെ ഷർട്ടില്ലേ, ഞാനൊരു ഷർട്ട് വാങ്ങി തരാം. കണ്ടന്റ് അത് ആസ്വദിക്കുന്നവർ വേറെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ആലോചിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഒരു മെൻറ്റാലിറ്റി, അതിൽ ഇവരെടുത്തിരിക്കുന്ന ഒരു ഗ്രാൻഡഡ് ആയിട്ടുള്ളൊരു സാധനം എന്താ അറിയോ, എൻ്റെ കയ്യിലൊരു ഫേക്ക് ID ഉണ്ടെങ്കിൽ ആരുടെ വീഡിയോയിലും കയറി എന്തും തെറി വിളിക്കാം. അപ്പോൾ ഞാൻ ഈ കാണുന്ന മെസ്സേജുകളൊക്കെ, ഈ വരുന്ന മെസ്സേജുകളൊക്കെ ഞാൻ വായിക്കും. ഞാനത് നോക്കും. നോക്കുമ്പോൾ നമുക്ക് കാണാം 7 ഫോളോവേഴ്സ് അല്ലെങ്കിൽ 7 പേര് ഫ്രണ്ട്സ്, 2 പോസ്റ്റ്. അതിനു വേണ്ടി ഒരു ID ഉണ്ടാക്കി വെച്ച് തെറി വിളിക്കുന്ന ആളുകളുണ്ട്, ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ ചാനലുണ്ട് നോക്കി, ഒരു ചാക്കോ എന്ന് പറഞ്ഞുള്ള പേരിലുള്ള ഒരാളുണ്ട്. ഞാൻ എവിടെ വീഡിയോ ഇട്ടാലും അപ്പം അയാൾ വന്ന് എന്തെങ്കിലും ഒരു നെഗറ്റീവ് അടിക്കും. മുൻ ജന്മത്തിലെ എന്തെൻ്റെ ശത്രുവായിരുന്നു തോന്നുന്നുണ്ട്. അയാളെ ദ്രോഹിക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. ഒരു നവാസ് ഉണ്ട്. നവാസ് ഞാനൊരു വീഡിയോ ഇട്ട് അപ്പം വന്നിട്ട് പറയും ഒത്തില്ല എന്ന് പറയും. ഈ നവാസിനൊന്ന് കാണുകയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തോട് പറയാനുണ്ട്, അദ്ദേഹം ഒത്തില്ല എന്ന് പറഞ്ഞൊരു വീഡിയോ കണ്ടത് 4.4 മില്യൺ ആളുകളാണ്. അപ്പോൾ എനിക്ക് പറയണമെന്നുണ്ട്, നവാസെ ഒത്തടാ ഒത്ത് എന്ന് പറയണമെന്നുണ്ട്. പക്ഷേ പിന്നെ നമുക്ക് കിട്ടിയ ട്രെയിനിങ്, ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനികളിൽ നിന്നൊക്കെ കിട്ടിയ ട്രെയിനിങ് വെച്ചാൽ ലെറ്റ് ദം ടോക്ക്. ഇതിലുള്ള വിഷയം എന്താ അറിയോ, മെറ്റയ്ക്ക് അറിയില്ലല്ലോ ഇത് തെറിയാണെന്ന്. ഫേസ്ബുക്ക് കമ്പനിക്കായി മെറ്റയ്ക്ക് അറിയില്ല. അപ്പോൾ മെറ്റ നോക്കുമ്പോൾ എന്താ, നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ ആരൊക്കെയോ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെറ്റ പറയും അതങ്ങോട്ട് പൊക്കി വിട്. അപ്പോൾ തെറി ആയാലും നല്ല റീച്ച് കിട്ടും. ഏറ്റവും കൂടുതൽ തെറി കിട്ടുന്ന വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഞാനിപ്പോൾ ഒരു ആനയെ പറ്റി പറഞ്ഞ എൻ്റെ പൊല്ലാപ്പത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എയറോ അല്ല, അതും വിട്ട് ശൂന്യാകാശത്തിലേക്ക് എത്തി. ഞാനിപ്പം എയറൊക്കെ കഴിഞ്ഞു. അതിൽ ഞാൻ എന്തോ ഒരു തമാശ പറയുന്നതിൻ്റെ ഇടയിൽ ആനയെ പറ്റി പറഞ്ഞാണ്. ഇനി ഇതിൽ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഞാൻ നല്ലൊരു ആനപ്രേമിയാണ്, നല്ലൊരു പൂരപ്രേമിയാണ്. തൃശ്ശൂരുകാരനല്ലേ. നമ്മൾ പോകാത്ത പൂരങ്ങളും നമ്മൾ പോകാത്ത വെടിക്കെട്ടുകളും നമ്മൾ പോകാത്ത ആനകളും ഒന്നുമില്ല. പക്ഷേ ക്ലാസ്സിൽ നമ്മളൊരു തമാശ പറയുന്നു, ഇതിപ്പോൾ ഇത്ര വലിയ സീരിയസ് ആവുമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ആളുകൾ പറയണത് ഞാൻ പൂരം മുടക്കാൻ നോക്കുന്ന ആളുകളാണ്. എല്ലാറ്റിനെയും ഉണ്ടല്ലോ ആളുകൾ വേറൊരു ആംഗിളിൽ കാണാൻ. ആളുകൾക്ക് അതൊരു ഇതിലുള്ള വിഷയം എന്താണെന്നറിയോ, ഒരു റീല് ഇടുന്ന ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റർ, ഇൻഫ്ലുവൻസർ എന്നൊന്നും ഞാൻ വിളിക്കില്ല, കണ്ടന്റ് ക്രിയേറ്റർ, ഒരു തോണ്ട് മതി അത് പോവാൻ അല്ലേ. എൻ്റെ ഫോണിൽ എനിക്കിത് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും ഇങ്ങനെ ആക്കിയാൽ ആ സാധനം പോയി. പക്ഷെ അപ്പോഴേക്കും അതിൻ്റെ അടിയിൽ ചെന്നിരുന്ന് നിലപാട് അല്ലേ, അതാണ് ഇപ്പോൾ പറയുന്ന വാക്ക്. ഞാൻ എൻ്റെ നിലപാടാണ് കാണിക്കുന്നത്. ഈ നിലപാട് കാണിക്കുന്നതിന് സ്വന്തമായിട്ട് ഒരു ID പോലും ഇല്ല എന്നുള്ളതാണ്. ഒരു ഫേക്ക് ID കൊണ്ടുവന്നിട്ടാണ് ഈ നിലപാട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണ് അപ്പോൾ സെയിൽസിലേക്ക് എങ്ങനെ പോയി, അല്ലെങ്കിൽ എങ്ങനെ അഡ്മിഷനൊക്കെ? അല്ല, അപ്പോൾ നമ്മൾ ഇത് എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരല്ലേ. അപ്പോൾ നമ്മുടെ ഫേസ് കാണുമ്പോൾ തന്നെ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി. ഞാനിപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒരു സംഭവം എന്താ അറിയോ, നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ, ഒരു മാളിൽ പോയി കഴിഞ്ഞാൽ, ഒരു ബീച്ചിൽ പോയി കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആളുകൾ വന്ന് നമ്മളെ കാണുന്നു,
പരിചയപ്പെടുന്നു, നിങ്ങളുടെ വീഡിയോസ് കാണാറുണ്ട് കേട്ടാന്ന് പറയണു. ആദ്യം ഒന്നും ഇങ്ങനെ നോക്കും, നിങ്ങൾ ഇങ്ങനെ ഒരു പിടുത്തം വരും. അത് വരുന്നോട് കൂടിയിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് പറയും, വീഡിയോസ് കാണാറുണ്ടല്ലോ, നിങ്ങളാണല്ലേ അത്, ഓക്കെ എന്നൊരു കെട്ടിപ്പിടുത്തം, ഒരു ഷെയ്ക്കൻഡ്. അത് കാണുമ്പോൾ പിന്നെ എനിക്ക് ഈ നെഗറ്റീവ് പറയുന്ന ആളുകളെ നോക്കാൻ നേരമില്ല. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന മെജോറിറ്റി ആൾക്കാർ ഇഷ്ടം പോലെ ആളുകൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ ആനയെ പറ്റി പറഞ്ഞ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു 14,000-13,000 ഷെയർ പോയിട്ടുണ്ട് അത്, ആ വീഡിയോ. അതോ ലൈക്കോ, അത്രയോ ഞാൻ കറക്റ്റ് നോക്കിയില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ലൈക്കും നല്ല രീതിയിൽ ഷെയറും വന്നിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ ആ വീഡിയോ വേറെ കുറേ ആളുകൾ അവരുടെ വാളുകളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരുടെ ചാനലുകളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പോരെ ഒരാൾക്ക്? ഇതൊക്കെയല്ലേ നമ്മുടെ സന്തോഷം അല്ലേ? നമ്മുടെ ആ വീഡിയോ അത് ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കുമല്ലോ അവരത് വേറൊരു വാളിലോട്ട്. അപ്പോൾ ഇങ്ങനെ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോൾ അതിനനുസരിച്ച് ട്രെയിനിങ് സെഷനുകൾ കൂടി, സ്റ്റുഡൻസ് ഒബ്വിയസ്ലി നമ്മളറിയാത്ത ഒരുപാട് ആളുകൾ നമ്മളെ അറിയുമ്പം ഡെഫിനറ്റ്ലി ആളുകൾ നമ്മളെ വിളിക്കുമല്ലോ. അപ്പം പ്രോഗ്രാംസുകൾ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു ഇൻകം അല്ലെങ്കിൽ നമ്മുടെ ട്രെയിനിങ് നമ്പർ ഓഫ് ട്രെയിനിങ്സ് നോക്കുവാണെങ്കിലും ഫാർ 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 ബെറ്ററാണ്. 24 എന്ന് പറയുന്നത് 2024 ഒരു ഗംഭീര വർഷമായിരുന്നു. 2025 സോ ഫാർ സൂപ്പർ ഹിറ്റാണ്. ഇത്ര അത്യാവശ്യം നല്ല, നമുക്കിപ്പോൾ എന്താ പറയുക, നല്ല തിരക്കുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറാൻ പറ്റും. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയതല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് തെറി കേൾക്കാനും യോഗമുണ്ട്. ഇല്ല, നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ചില നേരത്ത് നമ്മളും ഇപ്പോൾ സംഗതി മോട്ടിവേഷൻ സ്പീക്കറൊക്കെ ആണെങ്കിലും ചില നേരത്ത് നമുക്കിത് കാണുമ്പോൾ സങ്കടം വരും. ഒരു ഭയങ്കര ഡിമോട്ടിവേഷൻ വരും. സങ്കടം വരുന്ന വെച്ചാൽ തെറി കേട്ടതിനല്ല, ഈ പറയുന്ന ആൾക്കൊരു പണിയില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാണ്. അല്ലെ, വെറുതെ ഒരു ഫേക്ക് ഐഡിയ ഉണ്ടാക്കി വെച്ച് വേറെ ഒരുത്തനെ തെറി വിളിക്കുക, എന്നിട്ട് നമ്മൾ തന്നെ ഇരുന്ന് പറയുക പ്രബുദ്ധ കേരളം, നമ്പർ 1 കേരളം, നമ്മൾ ഭയങ്കരന്മാരാണ്, നമ്മുടെ സംസ്കാരം. ഞാൻ മനസ്സിലാക്കിയെടുത്തോണ്ടല്ലോ, നമുക്ക് എല്ലാറ്റിനും ഒരു മറ വേണം അല്ലേ? ആ മറയുണ്ടെങ്കിൽ നമുക്ക് എന്തും ആവാം. നമ്മുടെ ഒരു പേഴ്സണൽ ഇൻറ്റഗ്രിറ്റി ഒന്നും ആളുകൾ പലരും നോക്കുന്നില്ല. എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ. പിന്നെ ഈ പറയുന്ന ചില ആളുകൾക്ക് ഇത് പേഴ്സണലി എടുക്കാൻ പറ്റുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇത് പേഴ്സണലായിട്ട് എടുക്കുക. അപ്പോൾ നമ്മളൊരു കഥ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ അതിനെ ജനറലൈസ് ചെയ്തിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് 100% അത് എല്ലാവർക്കും അപ്ലിക്കബിൾ ആവില്ല. ഇപ്പോൾ നമ്മൾ നാടൻ ചൊല്ലുണ്ട്, അമ്മയെ തല്ലിയാലും 2 വിഭാഗം ആളുകളുണ്ടാവും. ചില ആളുകൾ പറയും ആ അമ്മയല്ലോടോ അതിനെ തല്ലാൻ പാടുമെന്ന് പറയും. ചിലർ പറയും ആ അമ്മയ്ക്ക് 2 കിട്ടണം എന്ന് പറയും. അപ്പോൾ അങ്ങനെ 2 വിഭാഗം എന്തായാലും ഉണ്ടാവും, ഏതൊരു കാര്യത്തിലും ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടന്റ് നമ്മൾ ഇടുമ്പോൾ അപ്പോൾ അതിൻ്റെ അടിയിൽ എടുത്ത് വന്നിട്ട് പറയും എൻ്റെ വീട്ടിൽ അങ്ങനെയല്ല, താനേതാ, തനിക്ക് വിവരമില്ലേ, എൻ്റെ അമ്മ ഇങ്ങനെയല്ല. ശരിക്ക് ഈ ഇപ്പം പുതിയ ജനറേഷനിൽ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വരുന്ന സ്റ്റുഡൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജെൻസി എന്നൊക്കെ പറയുന്ന 2000 ശേഷമൊക്കെ ജെൻസ് അധികം പേരും. അപ്പൊ എങ്ങനെയാണ് ഈ പറയുന്ന ഇപ്പോ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ തന്നെ പലതും പറയുന്നുണ്ട്, ശരിക്കും ആ സ്റ്റുഡൻസിന് വ്യത്യാസമുണ്ട്. 20 yearsലധികമായിട്ട് ഇപ്പോ ട്രെയിനിങ് 21ാമത്തെ വർഷമാണ് ട്രെയിനിങ്. ഞാൻ മനസ്സിലാക്കി ശരിക്കും അങ്ങനെയാണ്. ഡെഫിനറ്റ്ലി നല്ല വ്യത്യാസമുണ്ട്. ഒന്ന്, ഇപ്പം ഞാനൊക്കെ 80s ആണ്, 83 ആണ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ. 90siലുള്ള ആളുകളെ വസന്തങ്ങൾ എന്നൊക്കെയാണ് ഇപ്പോഴത്തെ പിള്ളേർ വിളിക്കുന്നത്. 90siലെ വസന്തങ്ങൾ എന്നുള്ള ഒരു ടെർമിനോളജിയാണ് ഉപയോഗിക്കുന്നത്. 80sകാർക്ക് അങ്ങനെ പേര് വന്നിട്ടില്ലെന്ന് തോന്നുന്നു, അധകൃത വിഭാഗം എന്നുള്ള രീതിയിൽ മാറ്റി വെച്ചിരിക്കുകയെന്ന് തോന്നുന്നു. ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത് ജെൻസി അല്ലേ. ഇപ്പോൾ 2000-ലൊക്കെ വന്ന് ഇപ്പോഴത്തെ പിള്ളേർ ന്യൂജൻ പിള്ളേർ. ഞാൻ പറയണ എന്താ, താങ്കളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഒരു 10-35 വർഷം മുമ്പ് മലയാള സിനിമയിൽ ജയനും മധുവും പിന്നെ ആരാക്കിയ നമ്മുടെ സത്യൻ മാഷ് എന്നൊക്കെ പറയണ അങ്ങനത്തെ ഒക്കെ കൊല്ലാപ്പതികൾ, വലിയ വലിയ ആക്ടേഴ്സ് ഭയങ്കരമായിട്ട് ഒരു പെർട്ടിക്കുലർ ഒരു ജോണറിൽ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 ന്യൂജൻ പിള്ളേർ വന്നു, കംപ്ലീറ്റ് തകിടം മറിച്ച് കളഞ്ഞു. ആ 2 ന്യൂജൻ പിള്ളേരുടെ പേരാണ് മോഹൻലാൽ, മമ്മൂട്ടി. ഇന്ന് പുതിയ ന്യൂജൻ പിള്ളേർ വന്നു, നിവിൻ പോളിയും സൗബിനും ടൊവിനോയും ദുൽഖറും. അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ പഴമക്കാരായി അല്ലേ, ഓൾഡ് ജനറേഷൻ ആളുകളായി. ഞാൻ എവിടെയോ വായിച്ചു, മമ്മൂട്ടിയോട് ഈ സൂപ്പർ സ്റ്റാർ പദവി അടുത്ത തലമുറയ്ക്ക് കൊടുത്തുകൂടെയെന്ന്. അപ്പോൾ അതിന് തിരിച്ചൊരു മറുപടി പറഞ്ഞത്ര അദ്ദേഹം, അവർക്കത് എടുത്തുകൂടെയെന്ന്. എനിക്കാരും സൂപ്പർ സ്റ്റാർ പദവി കൊണ്ടുവന്ന് തന്നതല്ല, ഞാൻ എടുത്തതാണ്. ഇത് നടന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, പല മോട്ടിവേഷണൽ സ്റ്റോറികളും അവരറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ എല്ലാ കാലഘട്ടങ്ങളിലും ഈ ന്യൂജൻ പിള്ളേരുണ്ടായിട്ടുണ്ട്. ഇതിലേത് തലമുറയാണ് നല്ലത്, ഏത് തലമുറയാണ് പൊട്ടാന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ കഴിയില്ല.
അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോഴത്തെ കുട്ടികൾ ദേ ആർ ബ്ലെസ്ഡ് വിത്ത് ടെക്നോളജി. നമ്മുടെ കാലത്ത് അതുണ്ടായിരുന്നില്ല. അവർക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടാൻ ഒരുപാട് സോഴ്സസ് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെയൊക്കെ സ്കൂൾ ജീവിതത്തിൽ ഞങ്ങൾ വീഡിയോ ഗെയിംസ് കളിച്ചിട്ടുണ്ട്. ആദ്യത്തെ മോഡൽ എനിക്ക് തോന്നുന്നു അട്ടാരി എന്ന് പറഞ്ഞൊരു വീഡിയോ ഗെയിം ആയിരുന്നു. അങ്ങനെ ഒരു ബോക്സ് എന്നൊരു വടി അങ്ങനെ വെച്ചിട്ടുള്ള ഒരു ജോയ്സ്റ്റിക് ആയിരുന്നു അതിൻ്റെ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ ഈ ഡക്ക് ഹണ്ടിങ്ങും ഡക്ക് ഷൂട്ടൊക്കെ തുടങ്ങിയത്. ഇപ്പോഴത്തെ പിള്ളേർ അത് കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പോൾ നമ്മളെപ്പോഴും ഈ ന്യൂജൻ പിള്ളേർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സീൻ കോൺട്ര. ഈ കോൺട്ര എന്ന് പറയുന്നത് പണ്ടത്തെ ഒരു ഗെയിമായിരുന്നു. കോൺട്ര എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ സ്കൂൾ ലൈഫിൽ തകർത്ത് കളിച്ചിരുന്ന ഒരു വീഡിയോ ഗെയിമായിരുന്നു കോൺട്ര. ഒരു ഫൈറ്റിംഗ്, അതിൽ ഫുള്ള് വെടിവെപ്പാണ്, വെടിയും യുദ്ധവും കാര്യങ്ങളൊക്കെ. ഇത് കളിച്ചേർന്ന അപ്പന്മാരും അമ്മമാരും ആണ് ഇപ്പോഴത്തെ ഫയർ ഫ്രീ കളിക്കുന്ന പിള്ളേരോട് ഇത് മുഴുവൻ യുദ്ധമാണ്, വെടിവെപ്പാണ്, കത്തിക്കുത്താണെന്നൊക്കെ പറയണത്. ഇതിനേക്കാളും വലിയ കത്തിക്കുത്തായിരുന്നു അന്ന് നടന്നിരുന്നത്. അപ്പം ഇതൊക്കെ എല്ലാ കാലങ്ങളിലും ന്യൂജൻ പിള്ളേർ വരും. ഇതിനി ഒരു 10 കൊല്ലം കൂടി കഴിഞ്ഞാൽ ഇതിനേക്കാൾ AI-യും റോബോട്ടിക്സും വെച്ചും കളിക്കുന്ന പിള്ളേർ വരുമ്പോൾ ഈ ജെൻസിമാരുണ്ടല്ലോ വസന്തങ്ങളും തന്തവൈബൊക്കെ ആയിട്ട് മാറും. ഇതൊരു സൈക്കിളാണ്. കാരണം 80കളിൽ ജനിച്ച ഞങ്ങൾ 98-ൽ ഞങ്ങളുടെ SSLC ബാച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് തന്തവൈബ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ നിങ്ങളിപ്പോൾ ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ അവിടെ എംപ്ലോയീസിനായിട്ടുള്ള ഏറ്റവും കൂടുതൽ അതിൽ കണ്ട മാറ്റം എന്താണ്? ഇപ്പോഴത്തെ എംപ്ലോയീസിന് ഒരു ജോബിനോടുള്ള ആത്മാർത്ഥത വളരെ കുറവാണ്. എന്ന് വെച്ചാൽ ഒരു സെന്റിമെന്റ്സ് ഇല്ല, ഒരു ഇമോഷണലി അറ്റാച്ച്മെന്റ് ഇല്ല. ഇപ്പോൾ കണ്ടുവരുന്ന, വീണ്ടും പറയണു, അങ്ങനെയുള്ള ആളുകളുണ്ട്. പക്ഷെ ഒരു ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇമോഷൻസോ സെന്റിമെന്റ്സോ ഇല്ല. ഞാൻ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കാശ് കയറണം എന്നുള്ള റേഞ്ചിലുള്ള ചിന്താഗതിയാണ്. പക്ഷേ അതൊരു പ്രൊഫഷണൽ സ്റ്റൈലാണോ? കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ കെട്ടേണ്ട വേഷക്കെട്ടുകളാണ്. ആ സമയത്ത് നമ്മുടെ ആ പഴമ നമുക്ക് പറഞ്ഞിരുന്നാൽ നടക്കില്ല. ഇപ്പോൾ ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്, പണ്ട് കാലത്തൊക്കെ ഒരു കമ്പനിയിൽ തന്നെ 20 വർഷവും 30 വർഷവുമാണ് നമ്മുടെ കാരണന്മാർ വർക്ക് ചെയ്തിരുന്നത്. ശരിയല്ലേ? ഇന്നത്തെ തലമുറ അതിന് തയ്യാറല്ല. ഇംഗ്ലീഷിലൊരു പ്രോവർബ് ഉണ്ടല്ലോ, റോളിംഗ് സ്റ്റോൺ. അതെ, പക്ഷേ ഇപ്പോ അത് മാറി അല്ലേ? ഇപ്പോ കോൺസെപ്റ്റ് മാറി. കാരണം എന്താ വെച്ചാൽ ഈ ഓരോ പ്രാവശ്യം ജമ്പ് ചെയ്യുമ്പോഴാണ് ഇവർക്ക് ഇൻകം കൂടുന്നത്, സാലറി ഹൈക്ക് വരുന്നത്. IT-ലൊക്കെ വരുന്നത്. IT-ൽ ആരും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 20 കൊല്ലം 30 കൊല്ലം ഒന്നും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യില്ല. ഒരു 2 കൊല്ലം 3 കൊല്ലമൊക്കെ കഴിയുമ്പോൾ അവർ വേറെ കമ്പനിയിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അല്ലേ അവർക്ക് സാലറി ഹൈക്ക് കിട്ടും, അവരുടെ ഫെസിലിറ്റീസ് മാറും, കാര്യങ്ങൾ സെറ്റാവും. അപ്പം അതിലെന്താ തെറ്റ് എന്ന് ചോദിച്ചാൽ അതിൽ തെറ്റൊന്നുമില്ല. അപ്പം ഈ സിസ്റ്റം മാറി. അതിനനുസരിച്ച് നമ്മൾ ഇവിടെ ഫ്രിക്ഷൻ ഉണ്ടാവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ പഴയ സാധനം ഇവിടെ വേണമെന്ന് എംപ്ലോയർ ചിന്തിക്കുകയും പുതിയ രീതിയിലുള്ള ആളുകളെ എടുക്കുകയും ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. കാലത്തിനനുസരിച്ച് പ്രോസസ്സ് മാറുന്നത്. ഇപ്പം ഞാൻ 80കളിൽ ജനിച്ച് 25-ൽ ജീവിച്ച് 2025-ൽ ജീവിച്ച് 45 സ്വപ്നം കണ്ടാൽ ഇടിയും ബഹളമായിരിക്കും. 80-ലെ കൺസെപ്റ്റ് വെച്ചിട്ട് 25-ൽ വർക്കൗട്ട് ചെയ്യാൻ നോക്കിയാൽ നടക്കൂല. കാരണം ഇവിടെ AI-യും റോബോട്ടിക്സും കാര്യങ്ങളും സെറ്റപ്പും. ഈവൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ ഈ ചില സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പ്രോഗ്രാംസുകൾക്ക് പോയിട്ട് എല്ലാം കഴിയും. ഇപ്പോൾ പിള്ളേരൊക്കെ എടുത്ത് നമ്മളിങ്ങനെ നല്ലപോലെ അവരെ എൻ്റർടൈൻ ചെയ്യും, കാര്യങ്ങൾ പറയും, ചിരിപ്പിക്കും, ചിന്തിപ്പിക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് നന്ദി പ്രസംഗം പറയാൻ പറയും. ആദ്യം ഒരു ഫീഡ്ബാക്ക് പറയാൻ പറയും. അപ്പോൾ ആരെങ്കിലും പിള്ളേർ വന്നിട്ട് ഫീഡ്ബാക്ക് എന്തെങ്കിലും പറഞ്ഞു പോകും. പണ്ട് കാലത്തൊക്കെ ആൺപിള്ളേരായിരുന്നു ചാടി എണീറ്റ് വന്നിരുന്നത് അല്ലേ? അവർ ഭയങ്കരമായിട്ട് പെൺകുട്ടികൾക്ക് നാണമായിരുന്നു അവർ അവിടെ. ഇപ്പം നേരെ തിരിഞ്ഞു. ഇപ്പം പെൺപിള്ളേരാണ് ചാടി എണീറ്റ് വരണേ, ആൺപിള്ളേർ വരില്ല. ആൺപിള്ളേരിനെ പിടിച്ച് വിളിച്ചു കൊണ്ടുവരണം. ഇനി പറയുന്ന സ്പീച്ചോ, താങ്കൾക്ക് ഓർമ്മയില്ലേ നമ്മുടെ കാലത്തെ നന്ദി പ്രസംഗം തന്നെയായിരുന്നു? വേദിയിലിരിക്കുന്ന പ്രിൻസിപ്പൽ, അദ്ദേഹത്തിൻ്റെ കൂടെ കയറിയിരിക്കുന്ന പ്രവീൺ ചെറിയത്ത്, അയാളുടെ റൈറ്റ് സൈഡിലിരിക്കുന്ന വൈസ് പ്രിൻസിപ്പൽ, ഇങ്ങനെയുള്ള ആ ഒരു ഇപ്പം എന്താ അതിനൊരു മോഡൽ ഉണ്ടായിരുന്നു. അതെ, ഇപ്പം ഒരു മോഡൽ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ നന്ദി പ്രസംഗം എങ്ങനെയാണെന്നറിയോ? സാറ് വൈബാണ്, സാറ് പൊളിയാണ്, സാറ് വേറെ ലെവലാണ്, സാർ തകർത്തു, ക്യാൻ ഐ ഗെറ്റ് എ ഹഗ്. അപ്പോൾ ഞാനൊരു സ്കൂളിൽ പോയിട്ട് ഇത് കണ്ടപ്പോൾ ഞാൻ അവിടുത്തെ സാറിനോട് ചോദിച്ചു, ഇതിപ്പോൾ കഴിഞ്ഞത്? അതാണ് നന്ദി പ്രസംഗം. നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം അവർ വിളിച്ചിട്ടുണ്ട് പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ ക്ലാസ് എടുക്കാൻ പറഞ്ഞിട്ട്. പുതിയ വാക്കുകൾ. ഇപ്പം നോക്കിയേ, ഉപദേശിച്ചാൽ തന്ത വൈബ്, തമാശ പറഞ്ഞാൽ ചളി അല്ലേ, കളിയാക്കിയാൽ ഊക്ക്. അപ്പം ഈ പുതിയ വാക്കുകൾ ഇങ്ങനെ വരുവാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിലും അങ്ങനെ വാക്കുകളില്ലേ? ഇംഗ്ലീഷ് ലാംഗ്വേജൊക്കെ ഈ പഴയ ഷേക്സ്പിയറിനെല്ലാം എപ്പോഴും നമ്മൾ കൊണ്ടുവരണം. അവിടെ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ വരും ഈ ഇപ്പം ലൈക്ക് നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്നില്ലേ ഡിഡ് നോട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി ഡിഡിൻ്റായി, ഇപ്പം ഡിൻഡായി.
ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ ഡും ടം എന്നൊക്കെ ആവുമായിരിക്കും. അതിങ്ങനെ ചെറുതായി വരുവാണ്. അത് നമ്മൾ ഈ പണ്ട് കാലത്ത് മലയാളത്തിൽ പഠിച്ചിട്ടുണ്ട്, ലോപസന്ധി എന്ന് പറയും. ഇങ്ങനെ സംസാരിച്ച് തേയ്മാനം സംഭവിക്കുക എന്ന് പറയും അല്ലേ. അങ്ങനെ വരുന്ന അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇതല്ലല്ലോ. ഇത് നമുക്ക് ചില ഇപ്പം ആശ്ചര്യം കാണിക്കുക. പണ്ടൊക്കെ എൻ്റെ അമ്മ എന്നൊക്കെ പറയും. ഞങ്ങൾ തൃശ്ശൂരുകാർ ഇന്നസെൻ്റ് ഒക്കെ പറയാറുണ്ടല്ലോ, എൻ്റെ അമ്മ എന്നൊക്കെ പറയും. ആ സാധനം ഒന്നുമില്ല ഇപ്പോൾ എന്താ ഷേ അല്ലേ. ഈ ഒരൊറ്റ ഷേ എന്നുള്ള വാക്കുകൊണ്ടാണ് വാവ് എന്ന് പറയണതിന് ഇപ്പോൾ റീപ്ലേസ് ചെയ്തിട്ടുള്ളൊരു വാക്ക് ഷേ അല്ലേ. അയിന് അല്ലേ, അയിന് എന്ന് പറഞ്ഞൊരു വാക്ക്, അതിന് എന്നുള്ളതാണ്. പക്ഷെ സോഷ്യൽ മീഡിയ സംഭാവന ചെയ്തിട്ടുള്ളൊരു വാക്കാണ് അയിന്. ഞാനിത് എൻ്റെ ഒരു വീഡിയോയിൽ അയിന് എന്ന് പറഞ്ഞതിന് അതറിയാത്ത ഈ 80കളിലെ വസന്തങ്ങളാന്ന് തോന്നുന്നുണ്ട്. അതിൽ ആദ്യം ശുദ്ധമായി സംസാരിക്കാൻ പഠിക്കണോ ഇത് പറഞ്ഞിട്ടൊരു മെസ്സേജ്. ഇതിലും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇത് ഫേസ്ബുക്കിലാണ് കൂടുതൽ. ഇൻസ്റ്റഗ്രാം വലിയ കുഴപ്പമില്ല. ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഭയങ്കര രണ്ട് ധ്രുവാണ്. എന്ന് വെച്ചാൽ അപ്പന്മാരും അമ്മമാരൊക്കെ ഇരിക്കുന്നത് ഫേസ്ബുക്കിലും മക്കളിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലുമാണ്. പരസ്പരം അങ്ങോട്ടും കാണാം. കാരണം ഇവരൊക്കെ ആദ്യം ഫേസ്ബുക്കിലായിരുന്നു. പക്ഷെ അവിടെ അപ്പന്മാരും അമ്മമാരും വന്നപ്പോൾ ഇവരൊക്കെ അവിടെ നിന്ന് ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്നു. അപ്പന്മാരും അമ്മമാരും ഇപ്പോഴും ഫേസ്ബുക്കിൽ തന്നെയാണ്. ഫേസ്ബുക്കിൽ നമ്മളൊരു വീഡിയോ ഇട്ടാൽ അതിന് കിട്ടുന്ന കമൻറ്റും ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് കിട്ടുന്ന കമൻറ്റും നമ്മൾ ഭയങ്കര വ്യത്യാസമാണ്. ഗജാന്തരം വ്യത്യാസമാണ്. ഫേസ്ബുക്കിൽ എഴുതി അങ്ങോട്ട് നിറയ്ക്കും, ഇങ്ങനെ ഭയങ്കരമായിട്ടിരുന്ന് എഴുതിണ്ടാക്കും. അതും പഴയ സ്റ്റൈലില് ഏതാ തനിക്ക് തലയ്ക്ക് സുഖമില്ലേ, താൻ ആരാന്നാ തൻ്റെ വിചാരം, ധൈര്യം ഉണ്ടെങ്കിൽ മുട്ടാമാട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വലിയ വിളി ബഹളങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇൻസ്റ്റാഗ്രാമിൽ ഇതൊന്നുമില്ല. തീയെ പോക കയ്യ് ലവ് തീയെ പോക കയ്യ്. കാരണം ഇത് ടൈപ്പ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുവേ, അതിന് പോലും നേരമില്ല. പക്ഷെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഫേസ്ബുക്കിലുള്ള കുറേ ആൾക്കാർ, ഇപ്പം എന്നെ പോലുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്നല്ലോ. അപ്പോൾ അവർ ആ ഫേസ്ബുക്കിൻ്റെ കൾച്ചർ ഇൻസ്റ്റാഗ്രാമിൽ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മിക്കവാറും തോന്നണേ പിള്ളേർ ഇവിടുന്ന് സ്നാപ്ചാറ്റിലേക്ക് പോകുന്ന തോന്നണേ ഇൻസ്റ്റാഗ്രാമിൽ. ഇനിയിപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോൾ 3 എണ്ണത്തിൽ ഇടേണ്ട അവസ്ഥയാണ് ഇപ്പോൾ പോകണേ. കാരണം അടുത്തൊരു മേച്ചിൽപ്പുറത്തിലേക്ക് ഇവർ പോകും. സ്നാപ്ചാറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അതുപോലുള്ള വേറെ ഏതെങ്കിലും പുതിയ കമ്പനി വരുമായിരിക്കും. ഇപ്പോൾ ChatGPT കഴിഞ്ഞത് ഇപ്പോൾ വേറെ സാധനം വന്നില്ല, ചൈനയുടെ ഒരു സാധനം വന്നില്ല, ഡീപ്സീക്ക് വന്നല്ലോ. അപ്പം ഇതിങ്ങനെ കാലങ്ങളനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ നേരത്ത് പിന്നെ ഈ കുട്ടികൾക്ക്, ഈ ജൻസി പിള്ളേർക്ക് അറിയില്ല ഈ 90കളിലെയും 80കളിലെയും വസന്തങ്ങൾ കാട്ടിക്കൂട്ടിയിട്ടുള്ള അക്രമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇവർ ഈ കാണിക്കുന്നതിൻ്റെ 10 ഇരട്ടി പരിപാടികൾ ചെയ്ത് തളർന്നിട്ടാണ് ഈ തന്ത വൈബ് വന്നതെന്നുള്ളത് ഈ കുട്ടികൾ മനസ്സിലാക്കണില്ല. ഇപ്പം നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഡീപ്സീക്ക് ഒക്കെ പറഞ്ഞല്ലോ, ChatGPT. അപ്പോൾ ഈ സ്റ്റുഡൻസിനായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ടോ? ശരിക്കും സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഇതെല്ലാം ഇതിൻ്റെ യൂസേജ് ഉണ്ടോ ശരിക്കും? ഡെഫിനറ്റ്ലി അത് യൂസ് ചെയ്യണമല്ലോ. കാരണം ചിലപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ജപ്പാനിലുണ്ട്. അവിടെ സ്കൂളിൽ കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. സ്കൂൾ കുട്ടികൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നുണ്ട് അവർ. നമ്മുടെ നാട്ടിലാണ് ഇപ്പോഴും വിരലും വേണ്ട അവസ്ഥ വരുന്നത്. നമ്മളിത് മനഃപ്പാഠമാക്കണം എന്നുള്ള ഒരു തെറ്റായ രീതിയിലാണ് നമ്മളിപ്പോഴും പോണേ. നമ്മൾ കണ്ടുപിടിച്ച ടെക്നോളജീസും കാര്യങ്ങളും എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ? എല്ലാവരും ഫോണിലല്ലേ. ഞാനൊക്കെ കാൽക്കുലേറ്റർ ഉപയോഗിച്ച കാലം പറഞ്ഞു. കാരണം ഫോണിലല്ലേ കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നത്. മറ്റേ റിയൽ കാൽക്കുലേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഫാമിലി റിലേഷൻഷിപ്പിലൊക്കെ മാറ്റം വന്നതായി തോന്നിയിട്ടുണ്ട്? അങ്ങനെ ഒരു എന്തെങ്കിലും മാറ്റം വന്നൊന്നുമല്ല. അതിപ്പോൾ പണ്ട് കാലത്തും പ്രശ്നങ്ങളുള്ള ഫാമിലികളുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് പലപ്പോഴും യോജിക്കാൻ പറ്റാത്ത കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും ഈ പുതിയ പിള്ളേരെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഒറ്റപ്പെടുത്തുവാണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് റെസ്പെക്റ്റ് ഇല്ല, ഇപ്പോഴത്തെ പിള്ളേർക്ക് അതില്ല, ഇപ്പോഴത്തെ പിള്ളേർക്ക് ബന്ധങ്ങളില്ല, റിലേഷൻഷിപ്പില്ല. ഇതൊക്കെ പണ്ട് കാലത്തും ഉണ്ടായിരുന്നു. പണ്ട് കാലത്ത് എന്താ ഈ അപകടങ്ങൾ ഉണ്ടായിട്ടില്ലേ, റേപ്പ് ഉണ്ടായിട്ടില്ലേ, ലഹരി ഉപയോഗം ഉണ്ടായിട്ടില്ലേ, ഇത്രയധികം പുറത്തേക്ക് വന്നിട്ടുണ്ടാവില്ലേ? അറിയിക്കാൻ മാർഗം ഉണ്ടായിരുന്നില്ല. ന്യൂസ് പേപ്പർ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, മീഡിയ അറ്റൻഷൻ ഉണ്ടായിരുന്നില്ല, സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ സാറിന് വീട്ടിൽ ഒരു സാമ്പാർ വെച്ചാൽ അത് നാട്ടുകാരെ കാണിക്കാനുള്ള മാർഗമുണ്ട്. സ്റ്റോറി ആക്കിയിട്ടിടാം, പോസ്റ്റ് ആക്കിയിട്ടിടാം. സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ് നടത്താം. നല്ല സാമ്പാറിനെ പറ്റിയിട്ടുള്ള അനുഭവങ്ങൾ പറയാം. സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഉണ്ടായ അബദ്ധങ്ങൾ ഷൂട്ട് ചെയ്തിട്ടിടാം, മ്യൂസിക് വെച്ചിട്ടിടാം, എന്തും ചെയ്യാം. ആളുകളിലേക്ക് എത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പണ്ട് കാലത്ത് അത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇതൊന്നും അറിഞ്ഞിരുന്നില്ല ആളുകൾ. പുറത്തോട്ട് അറിഞ്ഞില്ല. ഇപ്പം അത് അറിയാണ്, എല്ലാവരും അറിയണം. ഇപ്പം ഇന്ന് രാവിലെ ആ ദൂരദർശൻ മാത്രം ഉണ്ടായിരുന്നപ്പോൾ എന്ത് സമാധാനമായിരുന്നു അല്ലേ. 7 മണിക്കല്ലേ ന്യൂസ് ഉള്ളൂ, അത് അരമണിക്കൂറല്ലേ ഉള്ളൂ. ഇതൊന്നും നേരം വെളുത്ത് എണീറ്റ് നമ്മൾ TV വയ്ക്കുമ്പോഴേക്കും ആകെ പ്രശ്നങ്ങളല്ല. അവിടെ ബോംബ് പൊട്ടി, ഇവിടെ ബോംബ് പൊട്ടി, ഇവിടെ കത്തിക്കുത്ത്, അവിടെ കുളത്തിൽ ചാടി, ഇവിടെ വണ്ടി ഇടിച്ചു.
അല്ല ഇങ്ങനെ ബം 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 ന്യൂസ് ചാനലിന്റെ ആവശ്യമാണ് ഇത്രയും ന്യൂസ് വേണ്ടത്. അപ്പൊ അവരുടെ റേറ്റിംഗ്സ് വേണം തോന്നുന്നു അല്ലേ? നെഗറ്റീവ് ന്യൂസ് എനിക്ക് മനസ്സിലായിടത്തോളം മലയാളിക്ക് നെഗറ്റീവ് കേൾക്കാൻ ഇഷ്ടം. മലയാളി മാത്രമാണോ അതോ ലോകത്ത് എല്ലായിടത്തും അങ്ങനെ തന്നെ? കൂടുതലും നമ്മൾ പറയുകയാണെങ്കിൽ മലയാളികൾക്കാണ്. കാരണം എന്താ വെച്ചാൽ ഈ സീരിയലിലെ കഥകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. TV സീരിയലിലെ കഥകൾ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കുടുംബത്തിലും നടക്കാൻ സാധ്യതയില്ലാത്ത കുറേ കഥകളാണ് അതിൽ വരുന്നത് തന്നെ. ഇവൻ്റെ ഭാര്യ അവൻ്റെ കൂടെ, അവൻ്റെ ഭാര്യ ഇവൻ്റെ കൂടെ, അവൻ്റെ കുട്ടി ഇവൻ്റെ വീട്ടിൽ വർക്ക് ചെയ്യുന്നു, ഇവൻ്റെ കുട്ടി അവൻ്റെ വീട്ടിൽ വർക്ക് ചെയ്യുന്നു. ഞാനൊരു സീരിയൽ നോക്കിയപ്പോൾ 10 മിനിറ്റ് നേരം ഇവർ എല്ലാവരും കൂടി വർത്താനം പറഞ്ഞ് തീരാവുന്ന പ്രശ്നം അവരുടെ വീട്ടിലുള്ളൂ. പക്ഷെ അതാണ് ഒരു 1.5 കൊല്ലം 500 എപ്പിസോഡും 10,000 എപ്പിസോഡൊക്കെ ആയിട്ട് മാറുന്നത് അല്ലേ? 10 മിനിറ്റ് അവരൊന്നും വർത്താനം പറഞ്ഞാൽ തീരും. നിന്റെ ഭാര്യ അതാ, അത് നീ അങ്ങോട്ട് പോയി, നിന്റെ ഭാര്യ അതാ, നീ ഇങ്ങോട്ട് പോയി, എൻ്റെ കുട്ടീനെ ഇങ്ങോട്ട് കൊടുന്ന്, നിന്റെ കുട്ടീനെ അങ്ങോട്ട് കൊടുത്ത് പരിപാടി കഴിഞ്ഞു. ഇത് 1.5 കൊല്ലമായിട്ട് ഇപ്പോഴും ചർച്ചയാണ്. മൈൻഡ് വോയിസ്, ബാത്റൂമിൽ നിന്നൊക്കെ കുളിച്ചൊരുങ്ങി പട്ടുസാരിയൊക്കെ എടുത്തിട്ട് ആൾക്കാർ കയറി വരും. എൻ്റെ വീട്ടിലൊന്നും നടക്കണില്ല അത്. അപ്പോൾ ഒരിക്കലും റിലേറ്റഡ് ആവാത്ത കുറേ സാധനങ്ങൾ, പക്ഷേ ഇഷ്ടംപോലെ വ്യൂവേഴ്സാണ്. വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് അതെല്ലാം. അപ്പോൾ നമ്മളും ഈ ചെയ്യുന്നത് വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണല്ലോ. അതെ. അപ്പോൾ അതൊരു ബിസിനസ്. ഇപ്പോൾ സീരിയലിലൂടെ സമൂഹത്തെ ഉദ്ദീപിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ലല്ലോ അവർ ഈ പണിക്കിറങ്ങിയിട്ടുള്ളത്. അവരെന്തൊരു സീരിയൽ നടത്തി, അത് കണ്ട് അത് മുന്ന് പരസ്യം കൊണ്ടുവന്ന് ആ പരസ്യത്തിൽ നിന്ന് പൈസ കിട്ടണം. ഇതന്നെയല്ലേ അവർ ഉദ്ദേശിക്കുന്നത്. ചാനലുകൾ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, ന്യൂസ് മീഡിയാസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അവർ തമ്മിൽ തന്നെ മത്സരമല്ലേ? ആരാദ്യം റിപ്പോർട്ട് ചെയ്യുന്നു, ഏറ്റവും കൂടുതൽ ആര് റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോഴത്തെ ഇലക്ഷൻ ഭയങ്കര രസമല്ലേ? ഇലക്ഷൻ ടൈം ന്യൂസ് എന്റർടൈൻമെന്റ് ആണ് അല്ലെ? ന്യൂസ് ഒരു എന്റർടൈൻമെന്റ്. ന്യൂസ് മാറിയത് ഇങ്ങനെ നേരെ ഇരുന്ന്, എൻ്റെ കാഴ്ചപ്പാട് ഇതാണ്, നേരെ ഇരുന്ന് ന്യൂസ് വായിക്കുന്നു മാറി ഇങ്ങനെ ചെരിഞ്ഞ് അന്ന് തൊട്ട് പ്രശ്നങ്ങൾ തുടങ്ങി. ഇങ്ങനെ ഇരുന്ന് ന്യൂസ് വായിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു. വാർത്തകൾ വായിക്കുന്നത് രാജേശ്വരി മോഹൻ. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഒരു ഇമോഷനും ഇല്ലാതെയാണ് അവർ പറയുക. ഇന്ത്യ വേൾഡ് കപ്പ് നേടി, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇന്ത്യ വേൾഡ് കപ്പ് നേടി, ഇന്ത്യ കളിയിൽ നിന്ന് പുറത്തായി, ഇന്ത്യ കളിയിൽ നിന്ന് പുറത്തായി, വണ്ടി ഇടിച്ചു, 7 പേര് മരിച്ചു, 7 പേര് മരിച്ചു. എല്ലാം ഒരേ ടോണിലായിരിക്കും പോവാ. ഇന്ന് അതല്ല. ഇന്ന് ഇവരെന്നെ കാര്യങ്ങൾ തീരുമാനിച്ച്, ഇവരെന്നെ അതിനൊരു അഭിപ്രായവും പറഞ്ഞ്, ഇവർ തന്നെ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ തീരുമാനിച്ച്. കാരണം വെച്ചാൽ അത് ആ വ്യൂവേഴ്സ് അത് ഇഷ്ടപ്പെടുന്നുണ്ട്. അതൊക്കെ സത്യമാണെന്ന് കരുതുന്ന വ്യൂവേഴ്സും ഉണ്ട്. അപ്പോൾ വ്യൂവേഴ്സിനെ എൻ്റർടൈൻ ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഒരു ടോക്ക് ഷോ പോലുള്ള ഒരു സാധനം അങ്ങനെ രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പോഴും ആളുകൾക്ക് ഒരു എന്റർടൈൻമെന്റ്. ഇനി മറ്റേ മീഡിയയിലേക്ക് നോക്കിയാലും ഇത് തന്നെ. പത്രമാധ്യമങ്ങളിൽ ഇഷ്ടം പോലെ ഏറ്റവും കൂടുതൽ ഏജ് ഗ്രൂപ്പിനേക്കാളും എനിക്ക് ജിയോഗ്രഫിക്കലി ഡിഫറൻസ് ആണ് തോന്നിയിട്ടുള്ളത്. കൂടുതലും പ്രവാസികളാണ് ഇത് കൂടുതൽ വാച്ച് ചെയ്യുന്നതെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ പ്രവാസികളുടെ കരുതൽ ഭയങ്കരമാണ്. പ്രവാസികൾക്ക് പ്രവാസ ജീവിതത്തിലാണെങ്കിലും അവൻ്റെ മനസ്സ് മുഴുവൻ നിൽക്കുന്നത് നാട്ടിലാണ്. അത് ഗൾഫ് കൺട്രീസിലുള്ള ആൾക്കാർ, ഗൾഫിലാണ് കൂടുതൽ. യൂറോപ്പിൽ എനിക്ക് അത്ര അങ്ങോട്ട് കണ്ടിട്ടില്ല. യൂറോപ്പിൽ ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ യാത്ര ചെയ്തു. അല്ല, അവിടെ എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അവർക്ക് അവിടെ സിറ്റിസൺ കിട്ടുമല്ലോ. അപ്പോൾ അവിടുത്തെ പുതിയ കുട്ടികൾക്കൊന്നും നാടിനോട് വലിയ അറ്റാച്ച്മെന്റ് ഒന്നും ഉണ്ടാവാൻ ഒരു ചാൻസും ഇല്ല. കാരണം അതിന്റെ ആവശ്യമില്ല. കാരണം അവന്റെ നാട് അതാണല്ലോ. അവൻ അവിടുത്തെ സിറ്റിസൺ ആയി. അവിടുത്തെ പക്ഷേ ഈ ഗൾഫ് ബെൽറ്റിൽ എന്ന് വെച്ചാൽ എത്ര വർഷം നിന്നാലും അവന് സിറ്റിസൺ കിട്ടാത്തത് കൊണ്ട് അയാളുടെ മനസ്സിൽ എവിടെയോ ഉണ്ട്, ഐ ഹാവ് ടു കം ബാക്ക് അല്ലേ, ഞാൻ നാട്ടിലോട്ട് തിരിച്ചു പോകാൻ. എല്ലാ ഗൾഫുകാരും പറയുന്ന ഒരു ഡയലോഗാണ്, അടുത്ത വർഷത്തോടുകൂടി നിർത്തണം, നാട്ടിൽ എന്തെങ്കിലും ഒരു ഇടപാട് തുടങ്ങി, ഇനിയുള്ള ശിഷ്ടകാലം നാട്ടിൽ എന്ന് പറയുന്ന ഒരു. അതിൽ എനിക്ക് തോന്നുന്നത് അവിടെ വർക്ക് ചെയ്യുന്നവരാണ് ഇങ്ങനെ പറയുന്നത്, ബിസിനസ് ചെയ്യുന്നവർ അങ്ങനെ കാണുന്നില്ല. എനിക്ക് തോന്നുന്നത് എനിക്ക് ഇവിടത്തെക്കാളും നന്നായി സമയത്തിന്റെ പ്രശ്നമായിരിക്കും. ബിസിനസ്സിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകാരായിരിക്കും അങ്ങനെ പറയുന്നുണ്ടാവുക. അവിടെ നിൽക്കണം എന്ന് പറയുന്നുണ്ടാവുക. അതിപ്പോ നാട്ടിൽ സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളും പറയില്ലല്ലോ വിദേശത്ത് പോകണമെന്ന്. ഇതിന് രണ്ട് ഭാഗമുണ്ടേ. ഇതിന് രണ്ട് ഭാഗമുണ്ട് അല്ലേ? നാട്ടിൽ നിന്നിട്ട് ഒരു രക്ഷയില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്, നാട്ടിൽ നിന്ന് പോകേണ്ട കാര്യമില്ല എന്ന് പറയുന്നവരുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ സ്മാർട്ട്നെസ്സും അവർക്ക് കിട്ടിയ റിസൾട്ട് അനുസരിച്ചാണ്. ഇപ്പൊ നിങ്ങൾക്ക് വരുന്ന സ്റ്റുഡൻസ് അധിക ആളുകളും പുറത്തേക്ക് പോകാൻ ആഗ്രഹിച്ചിട്ട് വരുന്നത്. അതെ, അവിടെ സെറ്റിൽ ആവണമെന്ന് ആഗ്രഹിച്ചു വരുന്ന. പക്ഷേ അതേ സമയത്ത് 20 വർഷം മുമ്പ് യൂറോപ്പിൽ പോയി പഠിച്ച ആളാണ് ഞാനിങ്ങനെ നാട്ടിൽ സെറ്റിലായി. അതെങ്ങനെ? എനിക്ക് പൂരം കാണണം, പെരുന്നാൾ കാണണം, എൻ്റെ അപ്പനും അമ്മേനും കാണണം, എൻ്റെ ഫ്രണ്ട്സിനെ കാണണം. സ്വിറ്റ്സർലൻഡിൽ പോയിട്ട് എന്തായിരുന്നു പഠിച്ചത്? ഞാൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്. അന്നത്തെ കാലത്തൊക്കെ ഒരു ഹോട്ടലിൽ അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ജോലി വാങ്ങുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ പിന്നീട് 2 വർഷം UK-യിലായിരുന്നു. അപ്പം അന്നും വേണമെങ്കിൽ ശ്രമിച്ചാൽ എന്തെങ്കിലുമൊക്കെ നടക്കുമായിരുന്നു. ഇനി ഒന്നിനും പറ്റിയില്ലെങ്കിൽ അവിടെ ഒരു കല്യാണമെങ്കിലും കഴിക്കായിരുന്നു. അതും ചെയ്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് എനിക്ക് ട്രെയിനിങ് മേഖലയാണ് ഇഷ്ടം. അവിടെ എനിക്ക് ട്രെയിനിങ് മേഖലയ്ക്ക് പറ്റിയ ഒരു മണ്ണായിട്ട് എനിക്ക് തോന്നിയില്ല, നമ്മുടെ അറിവും വിവരവും വെച്ചിട്ട്.
എൻ്റെ കഴിവ് വെച്ചിട്ട് എനിക്കത് അവിടെ ഫ്ലറിഷിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. ആ സമയത്ത് ഞാൻ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ള നല്ല സാധ്യതയും ഒരു സ്പേസും ഉണ്ടായിരുന്നു. ഇത് ഞാൻ കണ്ടപ്പോൾ ഞാൻ തിരിച്ചു പോന്നു. പക്ഷെ അത് എൻ്റെ പേഴ്സണൽ ഇഷ്ടവും എൻ്റെ പേഴ്സണൽ തീരുമാനമാണ്. അതാണ് ശരിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് അപ്പോൾ ഓരോ വ്യക്തികളിലും അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്. ഇപ്പൊ ഈ 2022 നിന്ന് ഒരു 23, 24, 2025 എത്തി. ഇപ്പോഴും ഈ പുറത്തേക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണം കുറയുന്നുണ്ടോ? ഈ ഒരു വർഷത്തിൽ ചെറുതായിട്ടൊരു ഡിപ്പ് വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ UK ഒന്ന് ഓവർ ഒരുപാട് കുട്ടികൾ കൂടുതൽ സ്ട്രിക്റ്റിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഞാൻ അന്ന് പഠിച്ച എൻ്റെ ക്ലാസ് റൂമിൽ ആകെ ഇന്ത്യക്കാരായിട്ടുണ്ടായിരുന്ന ആകെ 2 പേരായിരുന്നു. 2 ആളുണ്ടായിരുന്നുള്ളൂ. മലയാളി 2 പേര്, മലയാളികൾ 2 പേര്, ഇന്ത്യക്കാരല്ല മലയാളികൾ 2 പേര്, ഒരു തമിഴൻ, ഒന്നോ 2 തമിഴന്മാർ, അങ്ങനെ വളരെ കുറച്ച് ഒരു 4-5 പേരെ ഇന്ത്യയിൽ നിന്നുണ്ടായിരുന്നുള്ളൂ എൻ്റെ ക്ലാസ്സിൽ കേട്ടോ. എൻ്റെ ക്ലാസ്സിൽ ഇപ്പം നേരെ തിരിച്ചാണ്. ഇപ്പം UK പോയി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹിന്ദി ഫ്ലുവൻ്റ് ആവും എന്നാണ് പറയണേ. ആ പരിവായിട്ടുണ്ടെങ്കിൽ മറ്റേത് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവും എന്ന് പറഞ്ഞു. നമ്മൾ മലയാളിയുടെ പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ മൈഗ്രേഷൻ പരിപാടി ഇന്നും തുടങ്ങിയതൊന്നുമല്ല. അതൊക്കെ ആളുകൾ വെറുതെ കണ്ണടച്ചിരുട്ടാക്കുന്ന. കേരളം തന്നെ പിടിക്കുക. ആദ്യം നമ്മൾ പോയിരുന്നത് എവിടെയായിരുന്നു? മദ്രാസിലേക്കാണ് പോയിരുന്നത്. അല്ല, പൂർവികന്മാര് മദ്രാസിൽ പോയി. മദ്രാസ്, സിലോൺ, മുംബൈ, കൊൽക്കത്ത, അതുപോലെ ഇപ്പോഴത്തെ മലേഷ്യ, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളായിരുന്നു അന്നത്തെ ഇവരുടെ ഇഷ്ട സ്ഥലങ്ങൾ. അതിനുശേഷം കുറച്ചും കൂടി ഫ്ലൈറ്റ്സും സൗകര്യങ്ങളൊക്കെ ആയപ്പോൾ മിഡിൽ ഈസ്റ്റിലോട്ട് കയറാൻ തുടങ്ങി. മിഡിൽ ഈസ്റ്റ് അപ്പോഴേക്കും ഗ്രോ ചെയ്യാൻ തുടങ്ങി അല്ലേ. നമ്മുടെ UAEയും ഖത്തറും ബഹ്റൈനും സൗദി അറേബ്യയും ഒക്കെ ഗ്രോ ചെയ്യാൻ തുടങ്ങി. ഇപ്പം അതിനേക്കാൾ കൂടുതൽ നല്ല ഫ്ലൈറ്റ്സുകൾ കിട്ടാൻ തുടങ്ങി. അപ്പോൾ യൂറോപ്പിലോട്ട് കിടക്കാൻ തുടങ്ങി. സൗത്ത് ഏഷ്യയുടെ തന്നെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകാൻ തുടങ്ങി. അപ്പം നമ്മളെന്തിനാണ് ഇപ്പോഴത്തെ പിള്ളേരെ വെറുതെ കുറ്റം പറയുന്നത്? ഇപ്പോഴത്തെ പിള്ളേരെ അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ നോക്കി പോകുന്നു. ഇനി കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടുന്നു. ഇതിൽ അവർ പോകാനുള്ള ചാൻസസ് ഡെഫിനറ്റ്ലി. പിന്നെ അത് മാത്രമല്ല, ഞാൻ പറയുകയാണെങ്കിൽ കുട്ടികൾ അങ്ങോട്ട് പോകണം. ഞാൻ എൻ്റെ ഭക്ഷണം കഴിച്ച പ്ലേറ്റ് കഴുകി തുടങ്ങിയത് യൂറോപ്പിൽ പോയതിനു ശേഷമാണ്. ഇട്ട ഡ്രസ്സ് അലക്കാൻ തുടങ്ങിയത് യൂറോപ്പിൽ പോയതിനു ശേഷമാണ്. അല്ലെങ്കിൽ നാട്ടിൽ അതുവരെയുള്ള ഡിഗ്രി വരെയുള്ള ഞാൻ നാട്ടിലാണല്ലോ പഠിച്ചത്. തിന്നുക, എണീറ്റ് പോവുക, അമ്മയുടെ പണി. അതൊക്കെ അലക്കൽ അമ്മയുടെ പണിയാണ്. വീടടിച്ചു വാരൽ അമ്മയുടെ പണിയാണ്. തുടയ്ക്കൽ അമ്മയുടെ പണിയാണ്. ഗാർഡൻ വർക്ക് അമ്മയുടെ പണിയാണ്. പക്ഷേ ഒന്ന് വിദേശത്ത് പോയി നിന്നപ്പോൾ ഇതൊക്കെ എൻ്റെ പണിയായിട്ട് മാറി. അല്ലേ? ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റൂല. കാരണം ആരും ഇല്ല അവിടെ. എൻ്റെ തറവാട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടങ്ങളിൽ. അവിടെ ഒന്നും എൻ്റെ പരിചയത്തിൽ ആരുമില്ല. അപ്പോൾ നമ്മൾ തന്നെ അത് ചെയ്യണം. നമ്മൾ തന്നെ കുക്ക് ചെയ്ത്, നമ്മൾ തന്നെ ഭക്ഷണം കഴിച്ച്, നമ്മൾ തന്നെ പാത്രം കഴുകി, നമ്മൾ തന്നെ അലക്കി, നമ്മൾ തന്നെ അതിനുള്ള വക കണ്ടെത്തി, നമ്മൾ തന്നെ അതിനൊരു പാർട്ട് ടൈം ജോബ് കണ്ടെത്തി. അതിൽ നിന്ന് കിട്ടുന്ന ലേണിങ് അത് നമ്മുടെ നാട്ടിലെ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് കിട്ടുക? പ്രവീൺ, അപ്പോൾ ഈ സ്വിറ്റ്സർലൻഡിൽ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ അവിടെ പോയവർക്ക് പിന്നെ തിരിച്ചു വരാൻ സാധിക്കാത്തത് പലപ്പോഴും ഒരു വലിയ ബാങ്ക് ലോണൊക്കെ ഉള്ളതാണെന്ന്. അപ്പോൾ പ്രവീൺ എങ്ങനെ അത് മാനേജ് ചെയ്തത്? ഞാൻ അവിടെ പാർട്ട് ടൈം ജോബ് ചെയ്തു, വിച്ച് ഈസ് ഇല്ലീഗൽ. ലീഗലി നമുക്ക് സ്വിറ്റ്സർലൻഡിൽ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് പാർട്ട് ടൈം ജോബ് അലൗഡ് അല്ല. അലൗഡ് അല്ല. കാരണം എന്താ വെച്ചാൽ സ്വിറ്റ്സർലൻഡ് എഡ്യൂക്കേഷൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ 6 മാസം അക്കാഡമിക്സ് ഉള്ളൂ. ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ, ഞാൻ പഠിച്ച എൻ്റെ കോളേജിൽ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഇപ്പോൾ ഉണ്ട്. ഇപ്പം അന്ന് ഈ ഹോട്ടൽ സ്കൂൾസ് ആയതുകൊണ്ട്, ഞങ്ങളുടെയൊക്കെ ഹോട്ടൽ സ്കൂൾസും ഈ ഹോട്ടൽ മാനേജ്മെൻറ്റും ഒക്കെ റിലേറ്റഡ് ആയതുകൊണ്ട് 6 മാസം നമുക്ക് അക്കാഡമിക്സ് ഉള്ളൂ. അടുത്ത 6 മാസം പെയ്ഡ് ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമാണ്. അപ്പോൾ ഈ പെയ്ഡ് ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമിനകത്ത് നമുക്ക് സാലറി ഉണ്ട്. അപ്പോൾ ഒരു 2150 പൗണ്ട്സ് ഫ്രാങ്ക്സ് ഒക്കെ എനിക്ക് അവിടെ ഇൻറ്റേൺഷിപ്പ് ടൈമിൽ തന്നെ നമുക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ നമുക്ക് ടോട്ടൽ ട്യൂഷൻ ഫീ വന്നിരുന്നത് 23,000 സ്വിസ് ഫ്രാങ്കാണ്. ഞാൻ കറക്റ്റ് സ്പ്ലിറ്റപ്പ് ആട്ടോ പറയണേ. ഒരു 23,000 സ്വിസ് ഫ്രാങ്ക് വന്നതിൽ ഒരു 2150 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്യോർലി നമുക്ക് സേവിങ്സ് ആണ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ടിപ്സ് ഉണ്ടാവും. ടിപ്സ് കൊണ്ട് നമുക്ക് ജീവിക്കാം. കാരണം അക്കോമഡേഷൻ ഇൻറ്റേൺഷിപ്പ് ടൈമിൽ എംപ്ലോയറാണ് തരിക, ഫുഡും അവിടെ നിന്ന് തന്നെ കിട്ടും. പിന്നെ നമുക്ക് നമ്മുടെ മറ്റുള്ള അല്ലറ ചില്ലറ പരിപാടി മാത്രമേ നമുക്ക് നടത്തേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഈ ടിപ്സ് നിന്ന് മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നു. പ്ലസ് 6 മാസം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് പോലും നമ്മൾ വീക്കെൻഡ്സിൽ അവിടെയുള്ള ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിൽ പാത്രം കഴുകൽ, വലിയ പോട്ട്സൊക്കെ, ഞാനൊക്കെ അതിൽ ഭയങ്കര എക്സ്പേർട്ടാണ്. പാത്രങ്ങൾ കഴുകൽ, ഡിഷ് വാഷർ ആവുക, ഗ്ലാസ് വാഷർ ആവുക, ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുമ്പോൾ നമുക്ക് അവർ സ്വിസ് ഫ്രാങ്കിൽ പേ ചെയ്യും.
അപ്പം നമ്മൾ കണ്ടിരുന്ന അപ്പം ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്, ഇവിടുന്ന് യൂറോപ്പിൽ പോയിട്ട് അവിടെ പാത്രം കഴുകാനല്ലേ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ ഇങ്ങനെ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ പലരുടെയും പല വീഡിയോസിൻ്റെയും താഴെ ഇടുന്നത് കണ്ടിട്ടുണ്ട്. പാത്രം കഴുകിയാൽ എന്താ പ്രശ്നം? ഇവിടെ ഇരുന്നിട്ട് ഒരു പണിക്കും പോവാതെ അപ്പൻ്റെ അമ്മയുടെയും ചിലവിൽ ജീവിക്കുന്നതിനേക്കാൾ, അപ്പൻ്റെ അമ്മയും ചിലവിൽ ജീവിക്കാൻ മീൻസ് അവരെ ബുദ്ധിമുട്ടി ജീവിക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ്. എന്നിട്ട് അവൻ ആ പൈസ എടുത്തിട്ട് അവൻ്റെ ചിലവ് നടത്തി വീട്ടിലേക്ക് ലോൺ അടയ്ക്കാനോ അല്ലെങ്കിൽ വീട്ടിലേക്ക് അയച്ചു കൊടുത്തില്ലെങ്കിൽ അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ വേണമെന്ന് വെച്ചാൽ ഒരു സ്റ്റുഡൻറ്റിന് വിദേശത്ത് പോയാൽ അവന് പഠിക്കാം, പഠനത്തിൻ്റെ ഒപ്പം ജോലി ചെയ്യാം, ജോലി ചെയ്താൽ അവന് എന്തെങ്കിലുമൊക്കെ ഇൻകം ഉണ്ടാക്കാനും പറ്റും. പക്ഷേ കോർ സബ്ജക്റ്റിൽ പാർട്ട് ടൈം ജോബ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതേപോലെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കരിയറിലെത്താൻ ആ സമയത്ത് അത് എനിക്ക് ഹോട്ടൽ ഇൻഡസ്ട്രി ആയതുകൊണ്ടാണ് എനിക്കത് പാർട്ട് ടൈം ജോബ് ആയത്. ബിക്കോസ് ഞാൻ വർക്ക് ചെയ്ത റെസ്റ്റോറൻറ്റ്സിലായതുകൊണ്ട് അതിനെ നമുക്ക് പാർട്ട് ടൈം ജോബ് എന്ന് വിളിക്കാം. പക്ഷേ ഇവിടെ പലർക്കും പാർട്ട് ടൈം ജോബ് എന്താണെന്ന് പോലും അറിയില്ല. ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ് ഒരു എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് പഠിച്ചിട്ട് അയാൾ റെസ്റ്റോറൻറ്റാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിന് പാർട്ട് ടൈം ജോബായിട്ട് കൂട്ടില്ല. അതൊരു പോക്കറ്റ് മണി മേക്കിംഗ്. അപ്പം അങ്ങനെ ചെയ്താലും നമുക്ക് ഈ ലോണ് തിരിച്ചടയ്ക്കാനുള്ള ഒരു, മുഴുവൻ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ചെങ്കിലുമൊക്കെ അടയ്ക്കാനുള്ള ഒരു സംവിധാനം. തിരിച്ചു വന്ന് അപ്പോഴേ ക്ലാസ് എടുക്കാൻ തുടങ്ങിയായിരുന്നു. പോകുന്നതിന് മുമ്പേ ഞാൻ ട്രെയിനറായിരുന്നു. അപ്പോൾ പിന്നെ തിരിച്ചു വന്നപ്പോഴേക്കും കുറച്ചും കൂടി നമുക്ക്, കാരണം ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത് BA മലയാളത്തിലാണ്. അപ്പോൾ BA മലയാളംകാരൻ സ്വിറ്റ്സർലൻഡിൽ പോയി പഠിച്ച് തിരിച്ചു വന്നു എന്നുള്ളതായിരുന്നു അതിലെ ഹൈലൈറ്റ്. അപ്പോൾ നമുക്കൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു സ്റ്റുഡൻസിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീല് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു അപ്രിസിയേഷൻ ഡിഫറെൻ്റ് ആയിരുന്നു. പിന്നെ അവിടുന്ന് ഞാൻ അധികം നാളിൽ നിന്നില്ല. ഇവിടെ 1 വർഷം കഴിയുമ്പോഴേക്കും ഞാൻ UK പോയി തിരിച്ചു വന്നപ്പോഴേക്കും BA മലയാളംകാരൻ സ്വിറ്റ്സർലൻഡിൽ പഠിച്ച് തിരിച്ചു വന്ന് UK പോയി തിരിച്ചു വന്നു. ശരിക്കും എങ്ങനെയാണ് പ്രിപ്പറേഷനൊക്കെ? അപ്പോൾ നിങ്ങളൊരു സിലബസ് ബേസ് ചെയ്തിട്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നത്? ഡിപ്പെൻഡ് ഓൺ അവരുടെ നീഡ്. ഇപ്പം ലൈക്ക് ഇപ്പോൾ ഒരു കമ്പനി നമ്മുടെ അടുത്തൊരു ട്രെയിനിങ്ങിന് വിളിക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കും അവരുടെ അടുത്ത്. അപ്പോൾ അവർ വന്നിട്ട് പറയണം ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ പറയും സുഹൃത്തെ അതറിയുന്ന ആരെങ്കിലും വിളിക്കുന്നതാണ് നല്ലത്, എനിക്കതറിയില്ല. എനിക്കറിയുന്ന പരിപാടികൾ കസ്റ്റമർ റിലേഷൻ, ടീം ബിൽഡിങ്, ഗോൾ സെറ്റിങ്, ലീഡർഷിപ്പ്, പബ്ലിക് സ്പീക്കിങ്, ഇങ്ങനെ എന്നെക്കൊണ്ട് ചെയ്യാം. എല്ലാവർക്കും എല്ലാ ടോപ്പിക്കും അറിയൂ എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഫിനാൻസ് എക്സ്പേർട്ടിന് അയാൾക്ക് ചിലപ്പോൾ കസ്റ്റമർ കെയറിനെ പറ്റിയിട്ട് പറയാൻ അറിയുന്നില്ല, പ്രസൻറ്റേഷൻ അറിയുന്നില്ല. അപ്പം ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഈ ഏരിയയിലാണ്. പക്ഷെ ഇപ്പം ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ ചില തമാശകളും ചളികളൊക്കെ പറയുന്നത് കൊണ്ട്, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരുടെ രീതിയിൽ പറഞ്ഞാൽ ചളികളൊക്കെ പറയുന്നതുകൊണ്ട് കൂടുതൽ ആളുകൾ വിളിക്കുന്നത് സാറേ ഒരു ട്രെയിനിങ് വേണം. ഞാൻ പറയാം റെഡി, എന്താ നിങ്ങളുടെ ടോപ്പിക്ക്? ആളുകളൊന്നും അങ്ങോട്ട് ചിരിപ്പിക്കണം. അപ്പോൾ നമ്മളൊരു സ്റ്റാൻഡപ്പ് അപ്പോൾ നമ്മളെന്തോ ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനോ അല്ലെങ്കിൽ എന്തോ സ്കിറ്റ് നടത്തുന്ന ആളൊക്കെ ആയിട്ട് തോന്നും. അപ്പോൾ ഞാൻ പറയും സുഹൃത്തെ അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനോ ഒരാളെ വിളിക്കുന്നതാണ് നല്ലത്. ടോപ്പിക്ക് പറഞ്ഞാൽ ആ ടോപ്പിക്കിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ചക്കനെ വെച്ച് കൊക്കിനെ കൊണ്ടുപോകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ നടക്കുന്നത്. പക്ഷെ ചിരിച്ചിട്ട് ചിന്തിക്കും കൂടി വേണം. ചില ആളുകൾ എനിക്ക് വളരെ പോസിറ്റീവായിട്ട് ഞാൻ ആ കമൻറ്റിന് എടുക്കുന്നു. ചില ആളുകൾ കമൻറ്റ് ചെയ്തിട്ട് എന്തിനാ അങ്ങനെ തമാശയൊക്കെ പറയാൻ നിൽക്കുന്നത്, ചളിയൊക്കെ പറയാൻ, കാര്യം പോലെ പറഞ്ഞാൽ പറയും. അങ്ങനെ റോ ആയിട്ട് ആളുകളിലേക്ക് എത്തണമെങ്കിൽ ഹ്യൂമർ സെൻസ് നല്ലതല്ലേ? അത് ഞങ്ങൾ ഈ തൃശ്ശൂരുകാർക്ക് ബ്ലെസ്ഡ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു സാധനമാണെന്ന് തോന്നുന്നു. തൃശ്ശൂരുകാർ എപ്പോഴും എല്ലാറ്റിലും തമാശ കാണുന്ന ആളുകളാണ്. ചിലപ്പോൾ അസ്ഥാനത്ത് തമാശ പറഞ്ഞു പോകും. മരിച്ചു കിടക്കുന്ന വീട്ടിലൊക്കെ പോയി ചിലപ്പോൾ എന്തെങ്കിലും വിറ്റൊക്കെ അടിച്ച് കളയും. അപ്പം അത് ഇതിലേക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ടുണ്ട്, ആഡ് ഓൺ അഡ്വാൻറ്റേജ് ആയിട്ടുണ്ട്. പിന്നെ ചിലർ പറയും നമ്മൾ മറ്റു പലരെയും കോപ്പി അടിക്കുകയായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ റീൽസ് വരുന്നത് ഈ ഹ്യൂമർ പാർട്ട് മാത്രമായിരിക്കും, നിങ്ങൾ ആക്ച്വലി പറയുന്ന മുഴുവൻ അത് കൊടുക്കുന്നില്ലല്ലോ, അതിൽ വരുന്നില്ലല്ലോ. നമ്മൾ ഈ പറയുന്ന നമുക്കിത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മുടെ ചാനൽ റീച്ച് ആവണം അല്ലെങ്കിൽ നമ്മുടെ പേജ് റീച്ച് ആവണം, ആളുകളിലേക്ക് എത്തണം. അപ്പോൾ അതിലേക്ക് പറ്റുന്ന അത്. പക്ഷേ നമ്മൾ അതിൻ്റെ വ്യൂസ് തന്നെ നോക്കിയാൽ കാണാം. നമ്മൾ സീരിയസ് ആയിട്ട് കണ്ടന്റ് പറഞ്ഞാൽ അതിനകത്ത് വ്യൂസ് ഇല്ല. അപ്പം സീരിയസ് ഓഡിയൻസ് മാത്രമേ അത് കാണുള്ളൂ. അത് വളരെ ചെറിയ പെർസെൻറ്റേജ് കാണുള്ളൂ. അതേ എൻ്റെ തന്നെ ഏതെങ്കിലും ഒരു ചളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാനൊരു മുഖം കൊണ്ട് ഒരു ഗോഷ്ടിയോ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അത് കുറേ ആളുകളിലേക്ക് എത്തുന്നുണ്ട്. അപ്പം സെൻറ്റിമെൻറ്റ്സ് ഉള്ള വീഡിയോസ് ഇട്ടാൽ ആളുകളിലേക്ക് എത്തുന്നുണ്ട്. അപ്പം ഇമോഷണലി ഇപ്പോൾ അമ്മയെ പറ്റി പറയുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് സൂപ്പർ ഹിറ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അച്ഛനും മക്കളും തമ്മിൽ അച്ഛനും ആമ്പിള്ളേരും കൂടി സംസാരിക്കുന്ന ഒരു സംസാര രീതി ഉണ്ട്. തമാശയാണ്, പക്ഷെ എങ്കിലും അത് ആളുകൾക്ക് കറക്റ്റ് റിലേറ്റഡ് ആവുന്ന ഒരു സാധനമാണ്. അത് അല്ല ഈ അച്ഛന്മാരെ ആമ്പിള്ളേരെ ഫോൺ വിളിക്കുമ്പോൾ ഒരു ക്യൂട്ട്നെസ് ഉണ്ടാവില്ല അതിനകത്ത്. ചീത്ത പറയാൻ വിളിക്കണം, എവിടെയാ നീ, എന്താ ചെയ്യണേ,
പക്ഷെ നമ്മൾ അച്ഛന്മാർ ഇങ്ങനെ പറയണമെങ്കിലും അവൻ കേൾക്കണത് എന്നാണ്. ഇതാണ് അവിടുത്തെ പ്രശ്നം. അപ്പം ഇത് അച്ഛന്മാർക്ക് ഇത് മനസ്സിലാവില്ല. അച്ഛന്മാരുടെ ചിന്ത എന്ന് വെച്ചാൽ ആമ്പിള്ളേരുടെ അടുത്ത് നമ്മളൊന്ന് ലൂസായി കഴിഞ്ഞാൽ അവന്മാർ നമ്മുടെ തലയിൽ കയറും എന്നുള്ളൊരു ചിന്തയാണ്. ശരിയായിരിക്കാം, തെറ്റായിരിക്കാം, ബട്ട് വോട്ട് എവർ മേ ബി, റിലേഷൻസ് അകലുമ്പോൾ ആ ഗ്യാപ്പിലേക്ക് വേറെ ചില ആളുകൾ കയറും. ഇതാണ് ഡ്രഗ്സിനുള്ള സൊല്യൂഷൻ ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇതാണ് നല്ല റിലേഷൻഷിപ്പ് ഫാമിലിയിലുണ്ടായാൽ ആ മക്കൾ ഒരു ഡ്രഗ്സിലേക്കും പോകില്ല. നല്ല റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അപ്പൻ എൻ്റെ മോന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. അവന് ട്യൂഷൻ അറേഞ്ച് ചെയ്തു, അവന് പഠിക്കാൻ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു, അവന് കുറേ ബുക്സ് വാങ്ങി കൊടുത്തു, അവന് നല്ല റൂം ഉണ്ടാക്കി കൊടുത്തു എന്നല്ല, അവനെ കേൾക്കാൻ സമയം കണ്ടെത്തിയോ, അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ സമയം കണ്ടെത്തിയോ, അവന് അവൻ്റെ ഒരു ഫ്രണ്ടിനെ പോലെ കാണാൻ അച്ഛന് പറ്റിയോ, ഫാമിലിക്ക് പറ്റിയോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം വരുന്നത്, പല വീടുകളിലും പ്രവാസത്തിലോ ഒക്കെ ആയിരിക്കും അച്ഛന്മാർ, അമ്മമാരായിരിക്കും വീട്ടിലുണ്ടാവുക. ഈ അമ്മമാരെ പറ്റിക്കാൻ എളുപ്പമാണ്. അമ്മമാർക്ക് ചിലപ്പോൾ ഈ പിള്ളേർ പുറകെ പോകാനൊന്നും നേരം കിട്ടൂല. ആ ഗ്യാപ്പിലേക്കും ഈ പറയുന്ന റിലേഷൻസുകളും ഡ്രഗ്സൊക്കെ കയറും. അതിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം 10 ഡ്രഗ്സ് അടിക്കുന്നതിനേക്കാൾ കിക്കാണ് നമുക്ക് നമ്മുടെ പ്രൊഫഷണലി നമുക്കൊരു കിക്ക് കിട്ടും, അല്ലേ? നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കിക്കുണ്ട്. ശരിക്കും അതിലേക്കാണ് ഫോക്കസ്. അതിലേക്ക് ഈ കുട്ടികളെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ നമ്മുടെ പാരൻസ് തയ്യാറായാൽ ഈ ഡ്രഗ്സ് കച്ചവടക്കാരൊക്കെ പട്ടിണി എടുത്ത് ചാവും. നമുക്ക് വിൽക്കാൻ കഴിയില്ല. അതുപോലെ സ്പോർട്സും നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ സ്പോർട്സിലും വരുന്ന പ്രശ്നം എന്താ വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ സ്പോർട്സിൽ നല്ലത് കിട്ടാൻ വേണ്ടി കുറേ സാധനം കിട്ടുകയാണ്, അല്ലേ? അവരുടെ പെർഫോമൻസ് കൂടാൻ വേണ്ടിയിട്ട് അങ്ങനെ വരുന്നത്. പക്ഷെ അതിനേക്കാൾ എളുപ്പം ഈ എത്ര പേർക്ക് സ്പോർട്സ് ചെയ്യാൻ കഴിയും? വളരെ റയറല്ലേ. ഒരു സ്കൂള് സ്പോർട്സിൽ ഭയങ്കരമാണെന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 10-15 കുട്ടികളുടെ എഫേർട്ടാണത്. അവർ വാങ്ങിയ സമ്മാനമാണ് ബാക്കി എല്ലാവരും 1000 കുട്ടികളും ഞങ്ങൾ സമ്മാനം വാങ്ങി എന്ന് പറഞ്ഞ് നടക്കുന്നത്. ഒരു കോളേജിൽ ഒരുത്തനാണ് റാങ്ക് കിട്ടിയത്, എന്നിട്ട് 3000 കുട്ടികളും പറയുകയാണ് ഞങ്ങളുടെ കോളേജിന് റാങ്ക് കിട്ടിയെന്ന്. പക്ഷെ അതല്ലല്ലോ ഫാമിലി, എല്ലാവർക്കും ഫാമിലി ഉണ്ടല്ലോ. അപ്പോൾ ഈ റിലേഷനുകൾ ഒന്നും കൂടി അങ്ങോട്ട് ഊഷ്മളമായാൽ, അല്ലേ? അറ്റ്ലീസ്റ്റ് ക്രിക്കറ്റ് കളി കഴിഞ്ഞ് വരുന്ന മോൻ്റെ അടുത്ത് അപ്പൻ ഇന്ന് എത്ര 6 അടിച്ചടാന്നൊന്ന് ചോദിക്കുന്ന ഒരു കാലം വന്നാൽ, അല്ലേ? കളി ജയിക്കാതെ ഇനി ടർഫിൽ കളി കഴിഞ്ഞിട്ട് ജയിക്കാതെ ഇനി വീട്ടിൽ വന്നാൽ എനിക്ക് ചോറ് വരില്ലാട്ടാന്ന് പറയണ ഒരു കാലം വരണം. ഇത് നേരെ തിരിച്ചല്ലേ, അല്ലേ? അവൻ കളിക്കാൻ പോയതിന് കുറ്റമല്ലേ പറയാ? അതെ, അത്രേ ഉള്ളൂ. അത് എല്ലാ ജനറേഷനും ചില ന്യൂജൻ പിള്ളേർ മാത്രമല്ല. അപ്പം അങ്ങനെ ഈ ഉപദേശം മാത്രം വീട്ടിൽ കിട്ടുമ്പോഴാണ് ഇവർ അത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോകുന്നത്. നിങ്ങളുടെ ഈ ലാംഗ്വേജ് ട്രെയിനിങ്ങിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണക്റ്റഡ് ആയിട്ടാണ് പോകുന്നതോ? അതാണ് നമ്മൾ ഇപ്പൊ ഇങ്ങനെ ഇതാണ് നമ്മുടെ സ്പെഷ്യലൈസേഷൻ. കാരണം വെച്ചാൽ നമ്മളിവിടെ ഇങ്ങനെ ഒരിക്കലും ഫുൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് അവർ പഠിക്കൊന്നുമില്ല. ലാംഗ്വേജ് പഠിക്കുന്നത് കുറച്ച് മോട്ടിവേഷനും അവരുടെ കൂടെ ഞാനുണ്ട് എന്നുള്ളൊരു തോന്നലും, അല്ലേ? അവർക്കുള്ള ആ ഒരു എനർജി കൊടുക്കലും ഒക്കെ കൂടി വരുമ്പോഴേ ഈ സാധനം പഠിക്കുള്ളൂ. അല്ലാതെ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ എത്രയോ പ്രഗത്ഭരായ ടീച്ചർമാരും മാഷുമാരും പഠിപ്പിച്ച്, അല്ലേ, ഡിഗ്രി വരെയൊക്കെ പഠിപ്പിച്ച് വന്ന പിള്ളേരാണ് നമ്മുടെ അടുത്തോട്ട് വരുന്നത്. പ്രവീൺ, ഇപ്പൊ ഈ നമ്മളൊക്കെ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു ഗ്രാമർ, അതിന്റെ ഒരു ടെൻസ്, ആ സിസ്റ്റം ഒക്കെ ഇപ്പൊ മാറിയോ? എന്താണ് ഇപ്പോഴത്തെ? സോഷ്യൽ മീഡിയയിൽ മാറി, പക്ഷെ റിയൽ ലൈഫിൽ മാറിയിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഞാൻ കാണുന്നത് വെച്ചാൽ പഴഞ്ചൻ ഗ്രാമർ ഇല്ലാതെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം, അല്ലേ? പഴഞ്ചൻ ഗ്രാമർ ഇല്ലാതെ നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. ഗ്രാമർ ഇല്ലാതെ ഞാൻ ഇന്നലെ പോവും, എനിക്ക് വട്ടാന്ന് പറയൂലേ? ഞാൻ ഇന്നലെ പോവും, ഞാൻ നാളെ താങ്കളെ കണ്ടു. കാണുന്നാണ് വരേണ്ടത്. അതിനല്ലേ ഗ്രാമർ എന്ന് വിളിക്കണേ. ഇപ്പം ഈ പറഞ്ഞ സാധനത്തിനല്ലേ ഗ്രാമർ എന്ന് വിളിക്കണേ. അല്ല, പാസ്റ്റ് പ്രസന്റ് പാർട്ടിസിപ്പിൾ അതിനല്ലേ ഇപ്പൊ പറഞ്ഞത്. കണ്ടു എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്, കാണും എന്ന് പറയുന്നത് ഫ്യൂച്ചർ ടെൻസ് ആണ്, അല്ലേ? അതിനല്ലേ ടെൻസ് എന്ന് പറയണത്. ഈ ടെൻസ് ഇല്ലാതെ ഏത് ഭാഷയാണ് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല. നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്നറിയോ? പണ്ട് അത് പഠിപ്പിച്ചിരുന്ന രീതി ബോറനായിരുന്നു, അത് നമുക്ക് അഗ്രി ചെയ്യാം.
പക്ഷേ പണ്ടും ഇത് അസാധ്യമായി പഠിപ്പിച്ചിരുന്ന മാഷുമാരുള്ള കുട്ടികൾ അത് ബോറാന്ന് പറയില്ല. ഏതൊരു കൊച്ചാണോ അത് പറയാത്തത് അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടാത്തത്, അവനെ പഠിപ്പിച്ച ആള് അത് ചിലപ്പോൾ ബോറായിട്ടായിരിക്കും പഠിപ്പിച്ചിട്ടുണ്ടാവും. ട്രെയിനിങ്ങിന്റെ ഒരു ബേസിക് കാര്യമാണ് ഗ്രാമർ പഠിപ്പിക്കുക. നടക്കില്ല. ഈ സാം ആറ് വാസ് വേർ ഹാസ് ഹാവ് ഹാഡ് ഡു ഡസ് ഡിഡ് ഇത് എവിടെ എപ്പോൾ വെക്കും അറിയാതെ എങ്ങനെയാണ് ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്? പ്രിപ്പോസിഷൻസ് ഇല്ലാതെ എങ്ങനെയാണ് ഒരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പൊ ഈ OTT പ്ലാറ്റ്ഫോംസ് ഇതൊക്കെ കുട്ടികൾ വാച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആ ലാംഗ്വേജിന്റെ ഇത് മാറി. അല്ലെ, ഇതിൽ വരുന്ന ഒരു ചില മിത്തുകളുണ്ട്. ചില ആളുകൾ മനസ്സിൽ വിചാരിച്ചു വെച്ച ഒരു സാധനങ്ങളുണ്ട്. സായിപ്പ് ഗ്രാമർ ഒന്നും നോക്കൂല. ഇതൊക്കെ ഇവന്മാര് ഈ ഗ്രാമർ ടീച്ചർമാർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ആളുകൾ അടിച്ചുകൊടുത്ത കേട്ടിട്ടുണ്ട്. നമുക്കൊരു കേസ് സ്റ്റഡി പോലെ എടുത്ത് നോക്കാം. ഇപ്പൊ താങ്കൾ താമസിക്കുന്നത് ലണ്ടൻ സിറ്റിയിൽ അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ ഒരു മാഞ്ചസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നു. താങ്കൾ താമസിക്കുന്ന വീടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു വൈറ്റ് അല്ലെങ്കിൽ എന്താ പറയാ ഒരു വെള്ളക്കാരനാണ്. കളർ പറയാൻ പാടില്ല എങ്കിലും ഒരു സായിപ്പാണ്. ഈ സായിപ്പും നിങ്ങളും തമ്മിൽ ഒരു ഫെൻസിന്റെ അപ്പുറത്തും ഇപ്പുറത്ത് നിന്ന് സംസാരിക്കുന്ന നേരത്ത് നിങ്ങളൊരു ഗ്രാമർ തെറ്റി പറഞ്ഞു അല്ലെങ്കിൽ ഒരു പ്രൊനൗൺസിയേഷൻ തെറ്റി പറഞ്ഞു, അയാൾ നിങ്ങൾ ഒന്നും പറയില്ല. അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ല നടക്കുന്നത്. അത്രേ ഉള്ളൂ. അയാളുടെ ആവശ്യം എന്താ? ഈസ് മൈ നൈബർ, ഹീസ് ഫ്രം ഇന്ത്യ, ഹീസ് നോട്ട് എൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് പേഴ്സൺ, സോ ഹീ ഈസ് ട്രൈയിങ് അറ്റ്ലീസ്റ്റ് ദിസ് മച്ച് ഇംഗ്ലീഷ് എന്നുള്ളൊരു അപ്രിസിയേഷൻ കിട്ടും. പക്ഷെ അതേ താങ്കൾ കസ്റ്റമറുമായി ഡീൽ ചെയ്യുന്ന ഒരു ജോലിക്ക് പോയാൽ അവിടുത്തെ HR ഇത്ര മനസ്സിന് എളിമയുള്ള ഒരാളായിരിക്കുമോ? അത് നമ്മളിവിടെ പോലെ തന്നെ നമ്മളിപ്പോ ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതിൽ കറക്റ്റ് സാധനം വരണം. നിങ്ങളൊരു ബിസിനസ് പർപ്പസിൽ നിങ്ങൾ അയക്കുന്ന ഒരു മെയിലില് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ നിങ്ങളുടെ കമ്പനിയുടെ സ്റ്റാൻഡേർഡ് താഴെ പോയില്ലേ? ഒരു ഗ്രാമർ എറർ വന്നാൽ അതിന്റെ സ്റ്റാൻഡേർഡ് പോയില്ലേ? കുഴപ്പമുണ്ടെന്നുള്ള പറയും. അപ്പൊ ഇത്രയും ഞാനും പറയുന്നുള്ളൂ. അല്ലാതെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ ഇംഗ്ലീഷ് ടെസ്റ്റ് നടത്തൊന്നുമില്ല. മറ്റേ ഹീ ഡാഷ് ഡോക്ടർ ഫില്ല് എന്നൊന്നും പറയൊന്നുമില്ല. ഈ പറയുന്ന IELTS-ലും അങ്ങനെ ചോദ്യങ്ങളില്ല. അവർ പറയുന്നത് ഒരു ടോപ്പിക് ഇട്ടിട്ട് നിങ്ങൾ സംസാരിക്കുമെന്നാണ് പറയണേ. നമ്മൾ ഈ ചെയ്യുന്ന പോലെ ഒരു 1-to-1 ടോക്ക് അതിനെ ഗ്രേഡ് ചെയ്തിട്ട് അവർ മാർക്ക് തരുന്നു. അതെന്തിനാ? ഈ പറയുന്ന ആള് ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഏരിയയിൽ വന്ന് അവിടുത്തെ പ്രിൻസിപ്പൾ പറയണതോ അവിടുത്തെ സാറുമാർ പറയണതോ അവിടുത്തെ ഫെലോ ബീങ്സ് പറയണതോ മനസ്സിലാവുന്നില്ലെങ്കിൽ he's going to be a trouble. He is going to be a trouble for others. അപ്പം അത് ഉണ്ടാവാതിരിക്കാൻ അവിടുത്തെ ആളുകൾ എടുത്തിട്ടുള്ളൊരു മെഷറാണിത്. ഇനി ഇത് കേരളത്തിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ നിയമമല്ല. ഈ നമ്മളെക്കാൾ പ്രശ്നമാണ് ചൈനയിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക്. ഇത്ര പോലും ഇംഗ്ലീഷ് അറിയാം. ഇന്ത്യയിൽ തന്നെ കേരളത്തിലൊക്കെ സംസാരിക്കുന്നത് ഫാർ ബെറ്റർ ആണ് അതർ കൺട്രീസ്. അപ്പം ചൈനയിൽ നിന്ന് വരുന്ന, ജപ്പാനിൽ നിന്ന് വരുന്ന, കൊറിയയിൽ നിന്ന് വരുന്ന ആളുകൾക്കൊന്നും ഇത്ര പോലും ഇംഗ്ലീഷ് അറിയില്ല. ഇനി യൂറോപ്പിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരോ? ജർമ്മൻകാരൻ, അയാൾക്ക് എന്ത് ഇംഗ്ലീഷ് അറിയാം? ഞാൻ ജർമ്മൻ ലാംഗ്വേജ് നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ? നമ്മുടെ സ്ഥാപനത്തിലില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ജർമ്മൻ. ഞാൻ ഈ സ്വിറ്റ്സർലൻഡ് ഇതുണ്ടായിരുന്നതുകൊണ്ട് ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ സ്വിറ്റ്സർലൻഡ് പോയി ഞാൻ കണ്ട ഒരു ഡിഫറൻസ് എന്താ വെച്ചാൽ അവിടെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് അറിയില്ല. അത്ര പോലും ഇംഗ്ലീഷ് അറിയില്ലാന്ന്. നമ്മുടെ ഇവിടെ നാട്ടിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇംഗ്ലീഷ് അറിയില്ലായ്മയല്ല. റെയിൽവേ സ്റ്റേഷൻ എവിടെയെന്ന് ചോദിച്ചാൽ അറിയില്ല. ബാനോഫ് എന്ന് പറയണം. ജർമ്മൻ ലാംഗ്വേജിൽ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ സ്ട്രീറ്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ബാനോഫ് സ്ട്രാസെ. അപ്പോൾ ഈ ബാനോഫ് സ്ട്രാസെ എന്ന് പറയേണ്ടടുത്ത് എന്നിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വഴി ചോദിച്ചാൽ പോലും ആളുകൾ പറഞ്ഞു തരൂല. ഈ കുട്ടികൾ കുടുങ്ങൂലേ? അതുകൊണ്ടല്ലേ ആ യൂണിവേഴ്സിറ്റി പറയണത് നിങ്ങൾ ജർമ്മൻ പഠിച്ചിട്ട് വരാൻ, ജർമ്മനിക്ക് പോകുന്നവനോട്. അപ്പോഴാണ് ഇവിടെ ഏജൻസികൾ ഇരുന്നിട്ട് പറയണത് ലാംഗ്വേജിൻ്റെ ഒന്നും ആവശ്യമില്ല, നീ കയറിപ്പോകാൻ പറ്റും. അവിടുന്ന് ഫീസ് അടയ്ക്കുക. ചില വേറൊരു രാജ്യത്തു നിന്ന് അവരുടെ രാജ്യത്തോട്ട് പൈസ വരുമല്ലേ. ഞാൻ മലയാള മനോരമയിൽ ഒരു ആർട്ടിക്കിൾ വായിച്ചു. 2.5 ലക്ഷം കുട്ടികളാണ് കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നിന്ന് പുറത്തോട്ട് പോയത്. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ 5 ലക്ഷം രൂപ ആവറേജ് പിടിക്കുക പെർ ഇയർ. അല്ലെങ്കിൽ ഒരൊറ്റ കൊല്ലത്ത് നോക്കുക 5 ലക്ഷം രൂപ. കൂടിയതും ഉണ്ട്, കുറഞ്ഞതും ഉണ്ട്. ഇത്രയും പൈസ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തോട്ട് വായിച്ചത് $1 ബില്യൺ ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് കേരളത്തിൽ നിന്ന് പുറത്തോട്ട് പോയി. ഈ ഇത്രയും പൈസ വേറെ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നുണ്ട്. അത് വേറെ വിഷയം. ഇത്രയും പൈസ ഇനി കേരളത്തിലോട്ട് വരണമെങ്കിൽ നമ്മുടെ പ്രവാസികൾ അവിടെ എല്ലും മുറിയെ പണിയെടുക്കണം.
പക്ഷെ ഇപ്പൊ വരുന്നില്ല എന്നുള്ള ഒക്കെയാണ് പ്രശ്നങ്ങൾ. മാറി തുടങ്ങിയ ആളുകൾ ഇപ്പൊ ഗൾഫിൽ തന്നെ സിസ്റ്റം മാറി തുടങ്ങിയില്ലേ. ഗൾഫിൽ ഇപ്പൊ മറ്റേന്നൊക്കെ പറഞ്ഞാൽ പെരുന്നാളിന് മുടക്കി കിട്ടിയ 4 ദിവസം എന്ന് പറഞ്ഞാൽ നാട്ടിൽ വരും. ഇപ്പൊ ജോർജിയയിൽ പോവും. അല്ല, ഇപ്പൊ ഗൾഫിൽ വീടുകൾ വാങ്ങാൻ തുടങ്ങി. അല്ല, അത് വേറെ ഇൻവെസ്റ്റ്മെന്റ് പാർട്ട്. ഞാൻ പറയുന്നത് അവരുടെ ആറ്റിറ്റ്യൂഡ് പാർട്ടാ പറയുന്നത്. ജോർജിയ, അർമേനിയ, അസർബൈജാൻ ട്രിപ്പാണ് ഇപ്പൊ അതിന്റെ ട്രെൻഡാണ്. ഇപ്പൊ ആളുകൾ പറയണത് എന്തിനാ നാട്ടിൽ പോണ്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറി തുടങ്ങി. അപ്പം ഇനിയും നമ്മൾ ഇതന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പം സൗകര്യങ്ങൾ കൂടുകയാണ്. ഫ്ലൈറ്റ്സുകളുടെ എണ്ണം കൂടി, സോഷ്യൽ മീഡിയ ഒക്കെ വന്നതോട് കൂടിയിട്ട് രാജ്യങ്ങളെ കാണാൻ തുടങ്ങി. ഇത്രയൊക്കെ മാറ്റം വന്നപ്പോൾ പ്രവീൺ, നിങ്ങളുടെ ട്രെയിനിങ്ങിൽ ഇനി എന്താണ് മാറ്റം കൊണ്ടുവരാൻ? ഞാനിപ്പോൾ പ്രത്യേകിച്ചൊരു മാറ്റമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ ഇതിനൊരു നമ്മളൊന്നും അത്ര വലിയ ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് ഒന്നും അല്ല. ഇപ്പം പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഗ്രോയിങ് സ്റ്റേജിലാണ് നമ്മളിപ്പോൾ പോകണേ. ഇപ്പോഴല്ലേ 1-4 ആളെ അറിയാൻ തുടങ്ങിയത്. എപ്പോഴും എത്ര ആകെ 1,90,000 ഫോളോവേഴ്സാണ് ഇപ്പോഴും ഉള്ളത്. അത് വലിയൊരു ഫോളോവേഴ്സാണ്. അല്ല, പക്ഷെ മറ്റു പലരെയും വെച്ച് നോക്കുമ്പോൾ അത് ചെറുതാണ് അല്ലേ. 800, 1000, മില്യൺസ് ഒക്കെ ഉള്ള ഫോളോവേഴ്സ് ഉള്ള ആളുകളുള്ളപ്പം ഇത് ചെറുതാണ്. ഇതാ ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും സ്പേസ് ഉണ്ടെന്ന് പറയുകയാണെ. നമ്മളെക്കാൾ ചെറിയവനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെന്തോ വലിയ സംഭവമാണ്. അപ്പം നമുക്ക് അഹങ്കാരം കൂടും. ഓൺലൈനായിട്ട് കോഴ്സുകൾ എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ അത്ര ഹാപ്പി അല്ല അതിനകത്ത്. നമുക്ക് ഓഫ്ലൈനിൽ ചെയ്യുന്ന സുഖമൊന്നും എന്തായാലും ഓൺലൈനിൽ കിട്ടൂല അല്ലേ. നമ്മൾ നേരിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന ആ ഒരു, ഇപ്പൊ ഇതേ മീറ്റിംഗ് നമ്മൾ സൂമിൽ ചെയ്താലും നടക്കും, പക്ഷെ ഈ ഫീൽ കിട്ടില്ല. കെമിസ്ട്രി അവിടെ വരില്ല. അപ്പൊ അത് തന്നെയാണ് ഓഫ്ലൈനിന്റെ പ്രത്യേകതകൾ. അപ്പൊ ഞാൻ എൻ്റെ ടാർഗറ്റ് ഈ വർഷം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിൽക്കുക, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൂടുതൽ കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യുക, കൂടുതൽ കുട്ടികളുമായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഇപ്പോൾ ഞാനൊരു ക്യാമ്പസ് ടു കോർപ്പറേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ക്യാമ്പസുകളിലെ കുട്ടികൾക്ക് ലാംഗ്വേജ് പഠിപ്പിക്കുക, ഒപ്പം അവർക്ക് ഇൻ്റർവ്യൂവിനെ ഫേസ് ചെയ്യാനുള്ള ഒരു സംഭവങ്ങൾ ചെയ്യുക. അതിലിപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പല ക്യാമ്പസുകളും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ എൻഡ് ഓഫ് ദി ഇയർ ആകുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ആ കോഴ്സ് കഴിയാറാകുമ്പോൾ പ്ലേസ്മെൻറ്റ് ഡ്രൈവ് കൊണ്ടുവരും. അതിനൊരാഴ്ച മുമ്പ് ഏതെങ്കിലും ട്രെയിനർ വിളിച്ചുകൊണ്ട് പോകും. മിക്കവാറും ഞാനായിരിക്കും അതിൽ പെടുന്ന ആൾ. നമ്മൾ ചൊല്ലും, എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് ആ കുട്ടികളുടെ ഉള്ള കോൺഫിഡൻസ് കൂടി പോകും. അപ്പോൾ അതിൽ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾ ദേ ആർ അക്കാഡമിക്കലി സൗണ്ട്, അവർക്ക് നല്ല ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പലപ്പോഴും കാണുന്ന ഒരു ഇൻ്റർവ്യൂയുടെ മുന്നിൽ വന്നിരിക്കുമ്പം അതിനുള്ളൊരു ധൈര്യം അവർക്ക് കിട്ടും, ഒരു കോൺഫിഡൻസ് ലെവൽ കുറയുന്നുണ്ട്. അപ്പം അതിനെ ഒന്ന് അഡ്രസ്സ് ചെയ്ത് അവരെ സഹായിക്കുക. അപ്പോൾ അവർക്ക് ലാംഗ്വേജിൻ്റെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് തീർത്തു കൊടുക്കുക, അവരെ ഒന്ന് എക്യുപ്ഡ് ആക്കി എടുക്കുക. അല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു വാക്ക് പറയുകയാണെങ്കിൽ എംപ്ലോയബിൾ ആക്കി മാറ്റാം. അപ്പോൾ അതിന് ക്യാമ്പസുകളിൽ അവരുടെ പോയി കണ്ട് അവരോട് സംസാരിച്ച് അവരോട് ഞങ്ങളുടെ തന്നെ 2 ക്യാമ്പസുകൾ, ഇപ്പോൾ ഏറനാട് നോളജ് സിറ്റി, അതേപോലെ തന്നെ മലബാർ അക്കാഡമിക് സിറ്റി, ഇങ്ങനത്തെ ഞങ്ങളുടെ തന്നെ ക്യാമ്പസുകളുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാമ്പസിൽ ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, അതുപോലെ തന്നെ ഡെന്റൽ കോളേജ് എല്ലാം ഉണ്ട്. അവർക്ക് എങ്ങനെ ഇത് നിങ്ങളുടെ ഈ നമ്മൾ ക്യാമ്പസ് ടു കോർപ്പറേറ്റ് അതെങ്ങനെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം? ഇപ്പൊ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ, അപ്പൊ അതിനകത്ത് ലാംഗ്വേജ്, എല്ലാവർക്കും ലാംഗ്വേജ് ഉണ്ടാവണം നിർബന്ധമില്ല. ലാംഗ്വേജ് ഇല്ലാത്ത കുറെ കുട്ടികളുണ്ടാവും, ലാംഗ്വേജ് ഉള്ള കുട്ടികൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എന്തെങ്കിലും പ്രൊഫഷൻസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രോഗ്രാം ചെയ്യാവുന്ന, കണ്ടിന്യൂസ് പ്രോഗ്രാം, അത് ക്യാമ്പുകളുടെ മോഡിൽ ഒരു 2 days ക്യാമ്പ്, 3 days ക്യാമ്പ്, 1 week ക്യാമ്പ്, അങ്ങനെ അതൊക്കെ സ്കൂളിൻ്റെയും കോളേജിൻ്റെയും ഒക്കെ സൗകര്യവും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഏത് രീതിയിലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അങ്ങനെയുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും. പ്ലസ് അവർക്കൊരു ഇൻ്റർവ്യൂ ടെക്നിക്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ, എങ്ങനെ ഒരു ഇൻ്റർവ്യൂവറുടെ അടുത്ത് സംസാരിക്കണം, അപ്പോൾ അവർ ഉപയോഗിക്കുന്ന പദങ്ങൾ, അവരുപയോഗിക്കേണ്ട സ്ട്രാറ്റജീസ്, കാര്യങ്ങൾ, ബോഡി ലാംഗ്വേജ്, ഇതൊക്കെ കൂടി ചേർന്നതാണ്. ഇപ്പോൾ ബയോഡാറ്റ, റെസ്യൂമെ, CV എന്ന് പറയുന്ന ഒരു 3 സാധനം, 3 പർപ്പസാണ്. അപ്പോൾ ആ 3 രീതിയിലേക്ക് ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ. കവർ ലെറ്റർ എഴുതേണ്ടത്, കവർ ലെറ്റർ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ, ഇപ്പം ഞാൻ പറയുകയാണ്, താങ്കളുടെ സ്ഥാപനത്തിൽ ഇപ്പം ഇവിടെ ഈ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നൊരു പയ്യന് ജോലി ആവശ്യമുണ്ടെന്നായിരുന്നു, ക്യാമറാമാനായിട്ട്. അപ്പോൾ ഞാൻ പറയുകയാണ്, നീ ഒരു മെയിൽ അയക്ക്, നിൻ്റെ CV അങ്ങോട്ട് അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ കുട്ടികൾ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ടു അഡ്രസ്സ് എഴുതി ടൈപ്പ് ചെയ്തു, പ്ലീസ് ഫൈൻഡ് ദ അറ്റാച്ച്മെൻറ്റ്. ഇത് ആരുടെ CV ആണ്, എന്താണ് ഈ CV, ഇത് ആര് പറഞ്ഞിട്ടാണ്, ഇതൊന്നും അതിനകത്ത് വരുന്നില്ലല്ലോ. അത് അവിടെ എഴുതണം കൃത്യമായിട്ട്. മിസ്റ്റർ പ്രവീൺ റെക്കമെൻഡഡ് മീ ആസ് യു ഡിസ്കസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട്. ഇതിനുള്ള കവർ ലെറ്റർ എന്ന് പറയുന്നത്. ഈ സാധനം എഴുതാൻ കുട്ടികൾക്ക് അറിയില്ല. ChatGPT ഉണ്ട് ഹെൽപ്പ് ചെയ്യാൻ എങ്കിലും, പക്ഷെ അത് എഴുതണം എന്നറിയില്ല. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ അറിയണം. അപ്പം ഈ വക കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കുക, കുട്ടികളെ ഒന്ന് ചേർത്ത് പിടിക്കുക, അവർക്കൊരു ധൈര്യം കൊടുക്കുക, ഇതൊക്കെയാണ് അതാണ് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള. ഇതാണ് നമ്മുടെ ക്യാമ്പസ് ടു കോർപ്പറേറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം.
ഓക്കെ, അപ്പൊ പ്രവീൺ, നമ്മള് കുറെ കാര്യങ്ങൾ സംസാരിച്ചു, ലൈഫിനെ കുറിച്ച് സംസാരിച്ചു, പുതിയ ജനറേഷനിലുള്ള മാറ്റങ്ങളെ കുറിച്ച് സംസാരിച്ചു, വിദ്യാഭ്യാസ രീതിയെ ഇനി പറയാനൊന്നും ബാക്കിയില്ല, അത്രയും നമ്മൾ സംസാരിച്ചു. അപ്പോ സന്തോഷം മീറ്റ് ചെയ്ത്. നമുക്ക് ഇനിയും എനിക്ക് തോന്നുന്നു ഇനിയും കുറെ കൂടി സംസാരിക്കാനുണ്ട്. അടുത്തൊരു പ്രാവശ്യം ആവാം, ഒരു പ്രാവശ്യം കൂടി നമുക്ക് കാണാം. ഞാൻ എന്തായാലും സാറിന്റെ വീട്ടിലോട്ട് വരുന്നുണ്ട്. വീട്ടിൽ വെച്ച് നമുക്കൊരു ഭക്ഷണമൊക്കെ ആയി, നമുക്ക് കുക്കിംഗ് ഒക്കെ, ഞാൻ ചെറുതായി കുക്കിംഗ് ഒക്കെ ചെയ്യും. അല്ല, അതാണല്ലോ പഠിച്ചത്. അപ്പൊ അങ്ങനെ ഒന്നും കൂടി നമുക്ക് ഉഷാറാക്കി ചെയ്യാം. താങ്ക് യു വെരി മച്ച്.